ഗുരുപ്രിയ ടിവിയുടെ വ്യക്തിത്വങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പാമ്പെന്ന് കേട്ടാൽ, പാമ്പിനെ കണ്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരാളുണ്ട്, ഒരു പേരുണ്ട്. പാമ്പിനെ അതിഥി എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം നമ്മുടെ മനസ്സിൽ പാമ്പിന്റെ ഭയം കുറപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട വാവ സുരേഷ് ഏട്ടൻ. അദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സുരേഷ് ഏട്ടാ, ഏതൊരു ജോലി നമ്മൾ വളരെ ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിൽ അത് കുറേ നാൾ നമുക്ക് മടുപ്പില്ലാതെ തന്നെ കൊണ്ടുപോകാൻ പറ്റും. അതൊരു സൈക്കോളജിയാണ്. അപ്പോൾ സുരേഷ് ഏട്ടൻ ഈ ഒരു ലൈഫ്, ഈ ഒരു ജോലി ഇതിങ്ങനെ തുടരെ കൊണ്ടുപോകുന്നതിൽ എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് തോന്നിയിട്ടുണ്ടോ? സന്തോഷം. കാരണം ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ ശമ്പളം പറഞ്ഞ് വാങ്ങുന്നൊരു ജോലി, വേതനം പറഞ്ഞ് വാങ്ങുന്ന ജോലി. ഞാൻ വേതനം പറഞ്ഞ് വാങ്ങാറില്ല. അതിൻ്റെ എന്താണെങ്കിലും തന്നാൽ വാങ്ങും. പിന്നെ ചില സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവർ നമ്മളെ പരിഹസിക്കും പോലെ നമ്മൾ വന്ന് പിടിച്ച് വേണമെങ്കിൽ കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ തീരെ വട്ടിക്കൂലിയൊന്നും ഇല്ലായിരുന്നു നമ്മൾ ചോദിച്ചാണ് അതൊരു ബോഡിയിൽ ഇങ്ങനെ ഇപ്പോൾ ഒരു 65,000 കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു 2 ലക്ഷം വീട്ടിൽ പോയിട്ടായിരിക്കും ഒരു 65,000 കളക്ഷൻ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ ഈ 60,000 വീട്ടിൽ ഒരു 10-50 അനുഭവം മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാനൊരു പാഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുനാളത്ത് ഇറങ്ങിയൊരു ചെറിയൊരു തമാശ. അല്ലെങ്കിൽ എൻ്റെ അമ്മയോടൊപ്പം 9 വയസ്സിൽ എനിക്ക് 9 വയസ്സിൽ വീട്ടിൽ വരയ്ക്കാനൊക്കെ പുല്ലരിയാനൊക്കെ വൈകുന്ന പുല്ലരിയെ പോകുമ്പോൾ പറമ്പിലൊക്കെ കണ്ട് കിരി പാമ്പായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് കണ്ട്, പാമ്പോട്ട് ഇണചേരുന്നത് കണ്ട്, ചേരയും പാമ്പും ചേരായിട്ട് ഇണചേരുന്നത് കണ്ട് ഞാൻ കണ്ടപ്പോൾ എന്തെങ്കിലും അപ്പോൾ അമ്മയൊക്കെ വഴക്ക് പറയും, അതിനെ കാണാൻ പറ്റില്ല. അപ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടാകും എന്നുള്ളൊരു സംശയം, അല്ലെങ്കിൽ എന്താണ് എൻ്റെ അങ്ങനെ പറയാൻ കാരണം എന്നുള്ളൊരു അന്വേഷണമായിരുന്നു ഇതുവരെയുള്ള എൻ്റെ യാത്ര. അതെന്തായാലും ഒരു 50-50 അല്ല, ഒരു 90 വരെയൊക്കെ 90% എനിക്ക് 90% വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ അതൊരു ജോലിയല്ല. നമ്മൾ ഈ ജോലിയായിട്ട് പോകുമ്പോഴത്തേക്ക് ചില ഇൻസിഡന്റുകൾ ഉണ്ടാവാറുണ്ട്. ചിലല്ല, ഒരുപാട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്കത് പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സാക്ഷിയുടെ നമ്മൾ പറയും, വേണ്ട എനിക്കത് നിർത്തുക, കാരണം ഇത് കാരണം എനിക്ക് ഇന്ന കാര്യങ്ങൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇന്ന സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞൊരു മനസ്സിനകത്തൊരു വിഷമം സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ ഒരു തോന്നലുണ്ട്. പക്ഷെ ചില സമയത്ത് തോന്നുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് പാമ്പിനെ സംരക്ഷിക്കാൻ, അതിഥിയെ സംരക്ഷിക്കാം, അല്ലെങ്കിൽ ചെന്ന് ചേർന്ന വീടുകാരെ സംരക്ഷിക്കുക എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് ഇപ്പം എനിക്ക് മറ്റൊരു അമ്മയെ കാണുമ്പോൾ, അല്ലെങ്കിൽ തൊട്ടടുത്തൊരു വീട്ടിൽ പാമ്പ് പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പ്രോഗ്രാം പങ്കെടുക്കുമ്പോൾ ആ വേദിയിലിരിക്കുന്ന ഒരു പ്രായമുള്ള അമ്മയുടെ കാല് തൊട്ട് ഞാൻ വന്നിക്കുമ്പോൾ ഇതിൻ്റെ പിറകെ പോയതുകൊണ്ട് എൻ്റെ വീട്ടിലിരിക്കുന്ന എൻ്റെ അമ്മയോ എൻ്റെ അച്ഛനെയോ ഒന്നും എനിക്ക് നോക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ എൻ്റെ അച്ഛന് സുഖയിൽ നടക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ സമയത്തിനോട് എത്താൻ പറ്റിയെന്നില്ല, ചിലപ്പോൾ അമ്മയ്ക്ക് സുഖമായിരിക്കും എനിക്ക് ഓടിയെത്താൻ പറ്റിയെന്നില്ല, ചിലപ്പോൾ അനിയത്തിക്ക് സുഖത്തിൽ നടക്കുന്ന സമയത്ത് എനിക്ക് ഓടിയെത്താൻ പറ്റില്ല. അപ്പോഴൊക്കെ ചിലപ്പോൾ അറിയിക്കാണ്ട് എന്തിനെ വീണ്ടി എന്നാണെങ്കിൽ. പിന്നെ ഇതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. ഫീസ് ചോദിച്ചു വാങ്ങുന്നത് അങ്ങനെയുള്ള ചെയ്യുന്നത്. ഞാനൊരിക്കലും ഇതൊന്നും എനിക്കൊരിക്കലും ജീവിതമായിട്ടില്ല, ജീവിതമാകാൻ പറ്റില്ല. കാരണം അപകടങ്ങൾ, കടികെട്ടിയിലെ അപകടങ്ങൾ. പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്തല്ലേ നമുക്ക് സ്പോൺസറായിട്ട് സർക്കാരിൻ്റെ ആൾക്കാർ വന്ന് ഇപ്പോഴല്ലേ ഒരു 3-4 പ്രാവശ്യം കടിക്കും. ബാക്കിയെല്ലാം ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ ഗൾഫിൽ വിദേശത്തേക്ക് എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് അവരിൽ നിന്നൊക്കെ പൈസ വാങ്ങിയിട്ട് ഞാൻ വേണ്ടി ഭാഗത്തേക്ക് ഫ്രീ ആയിട്ടുള്ളത് ഇപ്പോൾ 3 പ്രാവശ്യമായിട്ടുള്ള. അപ്പോൾ ഇതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഇൻകം ഒന്നോ അല്ലെങ്കിൽ ഒരു ജീവിതം മുന്നോട്ട് പോകാമെന്നൊന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്കൊരിക്കലും ഇതിനെ കഴിഞ്ഞിട്ടില്ല. കടം മാത്രമേ കൂട്ടാൻ കഴിഞ്ഞിട്ടുള്ളൂ. കടം കണ്ടപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീട്ടിൽ പാമ്പിനെ പിടിക്കാം, എനിക്കൊരു 1,500-2,000 വണ്ടിക്കാണ്. അവർ എത്ര എനിക്ക് തോന്നുന്നത് ഒരാൾ 300 വന്നു, ഒരാൾ 500 വന്നു. എല്ലാവരും അങ്ങനെ തന്നെ. ചിലതിപ്പോൾ ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കുറേ ദിവസം കുറച്ച് കാലമുള്ള നഷ്ടം എന്ന് പറയുന്നത് നമ്മൾ GP വന്നതിന് ശേഷം ഭയങ്കര നഷ്ടമാണ്. പല സ്ഥലത്ത് പോകുമ്പോൾ ചേട്ടാ പിന്നീട് ഞാൻ GP ഇട്ടേ, പിന്നെ ആളിനെ കാണാറില്ല, തിരിച്ച് വിളിച്ചെടുക്കാറുണ്ട്. വളരെ എല്ലാവരും ഞാൻ പറഞ്ഞില്ല, അപൂർവമായിട്ട് ഇടാറുണ്ട്. ബാക്കിയുള്ളവർ ചിലപ്പോൾ മറന്നു പോകുന്നതാണ്, ചിലപ്പോൾ എനിക്ക് കയ്യിലില്ലാത്തത് കൊണ്ട് അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ചിലപ്പോൾ പറഞ്ഞിട്ട് ഞാനും ചിലപ്പോൾ ഞാൻ കടം വാങ്ങിച്ച ആൾക്കാർ എൻ്റെ മുന്നിൽ വന്നിടുമ്പോൾ അയ്യോ ഞാൻ മറന്നു കേട്ടോ, നാളെ ഇട്ടെ, ഞാൻ ഇപ്പോട്ടെ, ഞാൻ പോയിട്ട് അത് പോകാറുണ്ട്. ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അവരെ വിശ്വസിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കാണുമ്പോൾ പണിയായി, ഇനി അവർ പോകത്തില്ല. ഇപ്പൊ നമുക്ക് വെക്കേഷൻ ടൈമാണ്. ഇപ്പൊ ഈ കുട്ടികളെല്ലാം പറമ്പിലൊക്കെ, ഇപ്പം പറമ്പൊക്കെ കുറവാണ്, എന്നാൽ പോലും പറമ്പിലൊക്കെ കളിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും ഈ സമയത്ത് ഇറങ്ങുന്ന പാമ്പുകൾ, അല്ലെങ്കിൽ ഈ സമയത്ത് കുട്ടികൾക്ക് അപകടം ഉണ്ടാക്കാൻ പറ്റുന്ന പാമ്പുകൾ ഏതാണ്? അത് എങ്ങനെയാണ് അവർ പേരൻസ് ഇപ്പം ശ്രദ്ധിക്കാതെ വരുന്നത്? പാമ്പുകൾ ഒരിക്കലും മനുഷ്യന് അപകടകാരിയല്ല. കാരണം പാമ്പുകൾക്ക് മനുഷ്യന് അപകടകാരിയാണ്. കാരണം എല്ലാം നമ്മൾ പറമ്പ് കുറേയൊക്കെ നമ്മുടെ വീട് ഇപ്പോൾ കൊറോണ കഴിഞ്ഞ സമയത്ത് നമ്മളാരും പറമ്പുകൾ വൃത്തിയാക്കാതെ പാമ്പുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. കാരണം നമ്മൾ ആ 2 വർഷം പുറത്തോട്ടിറങ്ങി
സാധാരണഗതിയിൽ പറമ്പിലും പാടത്തൊക്കെ പണി ചെയ്യുന്ന സമയത്തായിരിക്കും ഈ നവംബർ, ഡിസംബർ, ജനുവരിയാണ് അണലി മോർക്കനും ഇണകരുന്നത്. അപ്പോൾ നവംബറിൽ കുറേ ആൾക്കാർ പറമ്പ് വൃത്തിയാക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഇണകരുന്നുണ്ട് അവർ തല്ലിക്കൊല്ലും. ഇപ്പോൾ ഒരുപാട് ധാരാളം കൊല്ലുന്നുണ്ട്. മാളം കിളയ്ക്കുന്ന സമയത്ത് മാളത്തിനെ തന്നെ തല്ലിക്കൊല്ലും. അപൂർവമായിട്ട് മാത്രമേ വിളിക്കാം. അപ്പോൾ അത് ചിലപ്പോൾ മുട്ട ഇട്ടിരിക്കുന്നത് മുട്ട ഇട്ടിട്ട് തള്ള വെളിയിൽ പോകുമ്പോഴത്തേക്ക് മാളം ചിലപ്പോൾ അവർ കളയ്ക്കുന്നത് മണ്ണിട്ട് പൊത്തി അടയ്ക്കും. അപ്പോൾ ആ മുട്ട അതിനകത്ത് കേടായി. അങ്ങനെ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവായിരുന്നു. പക്ഷേ ഈ കൊറോണ ആ കാലഘട്ടത്തിൽ നമ്മൾ 2 വർഷം വീട്ടിനകത്ത് നിന്ന് പുറത്തിറങ്ങാതിരുന്ന സമയത്ത് ഇവർക്കൊക്കെ ആവശ്യത്തിന് പ്രചരണം നടത്താനുള്ള സാഹചര്യം ഉണ്ടായി. കാടും പറമ്പും കാടുകൾ വളർന്നു, പറമ്പുകളിൽ കാടുകൾ വളർന്നു. അപ്പോൾ ഇവർക്ക് ഒളിക്കാനുള്ള സാഹചര്യം, അല്ലെങ്കിൽ ഉക്കനോ മൂങ്ങയൊക്കെ എടുക്കാൻ അവർക്ക് ചപ്പിനകത്ത് ഒളിക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് കിട്ടുന്നില്ല, ഇവർ സേഫായിട്ട് ജീവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടിയിട്ട് പിന്നെ നമ്മുടെ നാട്ടിൽ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന സംഭവം വന്നപ്പോൾ അവർ പറമ്പ് വൃത്തിയാക്കിയിട്ട് എല്ലാം കോമ്പൗണ്ട് പാറ കൊണ്ട് അടുക്കും. അപ്പോൾ ഇതെല്ലാം ഗ്യാപ്പാണ്. ഒരു ഗ്യാപ്പിൽ കയറി കഴിഞ്ഞാൽ ഈ 1.5 ഏക്കർ ഉണ്ടെങ്കിൽ 1.5 ഏക്കർ ഗ്യാപ്പിൽ അവന് പോകാൻ പറ്റും. അതാണ് പാറ. അപ്പോൾ ഇവന് സേഫായിട്ട് ഇരിക്കാനും പറ്റും. അപ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു മൂങ്ങ അല്ലെങ്കിൽ ഉപ്പൻ എന്ന് പറയുന്ന ചക്രാപക്ഷി എടുക്കാൻ പറ്റും. പെട്ടെന്ന് വളർത്തിലേക്ക് സേഫായി. അങ്ങനെ സംഭവമാണ്. അപ്പോൾ നമുക്ക് എണ്ണം കൂടിയിട്ടുണ്ട്. കുട്ടികളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ദയനീയമാണ്. ഇപ്പം ഞാൻ ഇന്നലെ ഏട്ടന് മെഡിക്കൽ കോളേജിൽ എൻ്റെ അച്ഛന് ചെറിയൊരു പ്രശ്നമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഒത്തിരി പേര് പാമ്പ് കടിയിട്ട് വരുന്നുണ്ട്. അതിൽ മരണം കുറഞ്ഞിട്ടുണ്ട്. കാരണം സമയത്തിൽ എത്തിക്കാൻ പറ്റുന്നതും പിന്നെ ഭാഗ്യം കൊണ്ട് മറ്റേ വനമില്ലാത്ത പാമ്പുകളുടെ കടിയാണ് കൂടി. ഇപ്പോൾ ഒരു അളവി അടിച്ചിട്ട് കുട്ടി 13-14 വയസ്സുള്ള ഒരു കുട്ടി 14 വയസ്സുള്ള കുട്ടി നമ്മുടെ 2ാം വാർഡിലുണ്ട്. മറ്റൊരു 10ാമത്തെ വാർഡിലുള്ള കുട്ടി 9 വയസ്സുള്ള കുട്ടി SNDയിലുണ്ട്. അങ്ങനെ ഒരുപാട്. പക്ഷേ ഈ കഴിഞ്ഞ വർഷം 2024 നമുക്ക് ഒത്തിരി കുട്ടികൾക്ക് പാമ്പ് കടിയിട്ട് മലപ്പുറത്ത് ഒരു 2.5 വയസ്സുള്ള മകൻ ചെറിയ കുഞ്ഞ് 3 വീലുള്ള സൈക്കിളിൽ രാവിലെ എടുത്ത് ബാൻഡിൽ ഇരുന്ന് കടിയേറ്റ് മരണപ്പെട്ടു. പിന്നെ നമുക്ക് കുറച്ച് ആളുകൾക്ക് മുന്നേ കോഴിക്കോട് ഒരു കുട്ടി തൊട്ടിൽ കിടന്നു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു 500 വീട് അപ്പുറം 10-50 വീട് ഒരു 500 മീറ്റർ അപ്പുറത്ത് 6 മാസം പ്രായമുള്ള കുഞ്ഞ് തൊട്ടിൽ കിടന്നുറങ്ങിയ സമയത്ത് ഒരു എലിയെ പാമ്പ് ഓടിച്ചുകൊണ്ട് എലി നേരെ താഴെ നിന്ന് തൊട്ടിലേക്ക് ചാടുകയും എന്നിട്ട് എലി അങ്ങ് ചാടിക്കും. പക്ഷേ ആ പാമ്പ് നേരെ വരുന്ന സമയത്ത് ആ കുട്ടിയുടെ എലിയുടെ ദേഹത്തിൻ്റെ ചൂട് അല്ലെങ്കിൽ അവൻ്റെ ഗന്ധത്തിരുന്ന സെൻസ് ചെയ്താണ് വരുന്നത്. കുട്ടിയുടെ ദേഹത്ത് ചാടിയപ്പോൾ കുട്ടി അനങ്ങി നിന്നാകും കൊണ്ട് കുട്ടിയെ എലി അങ്ങ് ചാടിക്കും. ആ നേരെ കുട്ടിയെ കടിച്ചു. വീട്ടുകാരറിഞ്ഞില്ല, കുഞ്ഞ് തൊട്ടിൽ മരിച്ചു. എൻ്റെ അടുത്താണ് 500 മീറ്റർ. അപ്പോൾ ഇങ്ങനെ കുട്ടികളെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറമ്പിൽ മക്കൾ കളിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അമ്മമാർ നിർബന്ധമായിട്ട് അവിടെ കാലിലോ മുട്ടിന് താപ്പോട്ട്, കൈയിലെ മുട്ടിന് താപ്പോട്ട്, കൈയിലെ മുട്ടിന് താപ്പോട്ട്, കാലിൻ്റെ മുട്ടിന് താപ്പോട്ട് എന്തെങ്കിലും പാടുകളുണ്ടോ എന്ന് അമ്മമാർ ശ്രദ്ധിക്കുന്ന പറയുന്നത്. കുട്ടികളിപ്പോൾ പാമ്പ് ഇല്ല എന്ന് പറഞ്ഞായിരിക്കില്ല, കളിക്കുന്ന പാമ്പുണ്ടെന്നും പറഞ്ഞായിരിക്കില്ല. അവരറിയില്ല. അവർ കളിക്കുന്ന സമയത്ത് ഒന്നേ അറിയും. ഇപ്പോൾ ഇവർ ചെന്ന് അറിയാതെ ചവിട്ടും. ചിലപ്പോൾ മുട്ട വിരിഞ്ഞിറങ്ങി കുഞ്ഞു മോർക്കനൊക്കെ അത് കടിച്ചാൽ പെട്ടെന്ന് എഫക്റ്റ് ചെയ്തത് ചിലപ്പോൾ കുട്ടികൾക്ക് മുള്ളുകൊണ്ടതാണ്. ഇപ്പോൾ അണലിയുടെ കടിയേറ്റും. ചിലപ്പോൾ 1 മണിക്കൂർ കുഞ്ഞാണെങ്കിൽ പ്രസവിച്ച ഉടനെയുള്ളവരാണെങ്കിൽ കടിച്ച് ചിലപ്പോൾ ഉടനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യത. ചിലപ്പോൾ 2-3 മണിക്കൂർ കഴിഞ്ഞായിരിക്കും പറ്റുക. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് കുട്ടിക്ക് ഭാഗത്തോട്ട് അണലിയുടെ കടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കിഡ്നിയൊക്കെ പ്രോബ്ലം ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഡാമേജ് ആവുന്ന സമയത്തായിരിക്കും സിംറ്റംസ് കാണിക്കുന്നത്. അപ്പോഴും നമുക്ക് ആ കുട്ടിയുടെ ജീവൻ അപകടത്തില്ല. അപ്പോൾ അമ്മമാർ ഇത് ശ്രദ്ധിക്കുമ്പോൾ ആ മുറിവ് പാടുന്നിട്ട് ഗുരുപ്രിയ ചാനലിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇതൊരു ഗ്രാമമാണ്. ഇവിടെയൊക്കെ ഗ്രാമമാണ്. ഗ്രാമങ്ങളിൽ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ഗ്രാമങ്ങളിൽ എപ്പോഴും അന്ധവിശ്വാസങ്ങളാണ്. അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അതിൽ വൈദ്യൻ്റെ വീട്ടിൽ കൊണ്ടുപോവുക, അല്ലെങ്കിൽ കുരുമുളക് ചപ്പിച്ച് നോക്കുക, ഇതെല്ലാം ശുദ്ധമണ്ഡലമാണ്. ഒരിക്കലും പാമ്പ് കഴിച്ച് നമ്മൾ ഈ പണ്ട് കാലത്ത് നമ്മൾ ചമ്മന്തിയും പുളിമുളകൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് പച്ചന മരുന്നുകൾ നമ്മുടെ ശരീരത്തിന് പ്രായോഗികമായിരുന്നു. ഇപ്പം നമ്മൾ ചെയ്യുന്ന എന്താണ്? പകുതി വെന്ത മാംസങ്ങൾ ഉപയോഗിക്കും. ഞാനങ്ങനെയല്ല, ഞാൻ വെജിറ്റേറിയൻ ആണ്. അല്ലെങ്കിൽ പറഞ്ഞാൽ പകുതി വെന്ത മാംസങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹോർമോൺസിന് വേരിയേഷൻ ഉണ്ട്. അപ്പോൾ പാമ്പിൻ്റെ ദഹനഗതി ഇരിക്കുന്നതിൻ്റെ ഇത് ലോകത്തിലെ ഏറ്റവും നല്ല ഔഷധമാണ്. 95% പ്രോട്ടീൻ അടങ്ങുന്ന സോഡിയം സിങ്ക് എന്ന് പറയുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. എല്ലാം കൂടെ പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ചാനലിൽ തീരാൻ പറ്റാതെ 50 എപ്പിസോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഉള്ള താല്പര്യത്തിൻ്റെ അളവിൽ കൂടി നമ്മുടെ ശരീരത്തിൽ വരുന്നു, അപകടമാണ്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ കുട്ടികൾക്ക് അടിയേറ്റു വൈദ്യുതി ഒരിക്കലും കൊണ്ടുപോകരുത്. കാരണം
കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പേയാടടുത്ത് തച്ചുവട്ടുകാവ് എന്നുള്ള സ്ഥലത്ത് തച്ചുവട്ടുകാവ് ജംഗ്ഷനിൽ ആ കുഴിക്കാത്തിന് നട്ടിലെ വീട്ടിൽ ആ എലവ് മരം എപ്പോഴും ഉണ്ട്. ആ മരം നിൽക്കുന്ന വീട്ടിൽ തൊട്ടുപുറകിലത്തെ വീട്ടിൽ 8 വയസ്സുള്ള ഒരു മോൾ സ്കൂളിൽ പോകാൻ നേരത്ത് പ്രഭാത ഭക്ഷണം അമ്മ വാരി കൊടുത്തു. ആ ഭക്ഷണം കഴിച്ചിട്ട് മോൾ അകത്ത് വാഷ് ബേസ് ഉണ്ടായിരുന്നു. മോള് വാവണി അകത്തുനിന്ന് കഴുകാമായിരുന്നു. പക്ഷെ മോള് താഴത്തെ തറയിൽ പോയിട്ട് അവിടുത്തെ പൈപ്പ് തുറന്ന് കഴുകി. അപ്പോൾ കരിങ്കലിട്ടായിരുന്ന മാളത്തിൽ നിന്നൊരു പാമ്പ് കാലിലേക്ക് അടിക്കുന്നത് വെള്ളത്തിൽ അമ്മ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ തൊട്ടടുത്തുള്ളൊരു വൈദ്യൻ്റെ പേര് പറയുന്നത് എനിക്ക് പ്രശ്നമൊന്നുമില്ല. വൈദ്യൻ്റെ പേര് വിശ്വംഭൻ എന്നായിരുന്നു. അദ്ദേഹം ആ മുറിവ് നോക്കിയിട്ട് പറഞ്ഞു, പേടിക്കണ്ട, എലി കടിച്ചതാണ്. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഇപ്പോൾ കുട്ടിക്ക് ശ്വാസം മുട്ടലായി. പെട്ടെന്ന് അച്ഛനും അമ്മയും കൂട്ടപ്പോയെല്ലാം കൂടെ എടുത്ത് SIT കൊണ്ടുവരുന്ന വഴി ഗേറ്റ് കയറിയപ്പോൾ തന്നെ കുട്ടി വേണ്ട. അപ്പോൾ അച്ഛനും അമ്മയും കുട്ടിയെടുത്ത് ബന്ധുക്കളെല്ലാം കൂടെ കുട്ടി വൈദ്യൻ്റെ അടുത്ത് പോയി വൈദ്യരെ ഇങ്ങനെ സംഭവിച്ചത്. ആ പുള്ളി അടിക്കാനായിട്ട് ചെയ്യുന്ന ചേർത്ത് പുള്ളി പറഞ്ഞു തന്നെ, അയ്യോ എന്നെ അടിക്കരുത്, ഇത് സാധാ എലിയല്ല, കുറച്ച് കൂടിയ എലിയാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, നമ്മുടെ കേരളത്തിലാണ്, നമ്മുടെ തിരുവനന്തപുരത്താണ്, എൻ്റെ നാട്ടിലാണ്. ഞാനറിഞ്ഞില്ല. അത് കഴിഞ്ഞ് ഞാൻ ആ വീടൊക്കെ സന്ദർശിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കി. അപ്പോൾ എനിക്കിപ്പം പറയാനുള്ളത്, പാമ്പുകളുടെ മുട്ട വിരിയുന്ന സമയം തുടങ്ങി. ഈ സമയം അതെ, നവംബർ ഡിസംബർ ജനുവരി ആയിരുന്നു. ഫെബ്രുവരി മാർച്ച് ഒരു 10-ാം തീയതി 15-ാം തീയതി ഏപ്രിൽ മാർച്ച് ലാസ്റ്റ് മുതൽ ഏപ്രിൽ വരെയൊക്കെ, മെയ് ചിലപ്പോൾ മെയ് വരെ ആദ്യം വരെ കാലാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുന്ന സമയത്ത് മുട്ടയുടെ ചെറിയ ആദ്യം മീറ്റം ഉണ്ടാവും. അപ്പോൾ മുട്ട വിരിയുന്ന സമയം പിന്നെ ആണെങ്കിൽ പ്രസവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു പെൺകുട്ടി ഒരു ആളിൽ 75 ആളിലെ കുഞ്ഞുങ്ങൾ ഒരു പറമ്പൊരു വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് പിടിച്ചിരിക്കും. 75 ഞാൻ ആലപ്പുഴയിൽ നിന്ന് പിടിച്ചുകൊണ്ടു. എൻ്റെ 65-66 പ്രസവിച്ചത് ഇപ്പോഴെ കുറച്ച് കാലം വേണ്ടി. പക്ഷേ ഒരു 10 വർഷം കൊണ്ട് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അതിർത്തി പാലക്കാട് ആവശ്യം അങ്ങോട്ടോടെ എന്നാണ് ഒരു പാമ്പ് സംരക്ഷണൻ്റെ കയ്യിൽ 95 ആളുകൾ ഒരാണെങ്കിൽ പ്രസവിച്ചു. എല്ലാം ഒബ്സർവ് ചെയ്യാൻ എല്ലാം ജീവിക്കണമെന്നില്ല. പക്ഷേ ഒരു 95 പ്രസവിക്കുമ്പോൾ ഒരു 50 പേര് 45 ബാലൻസാണ്, അല്ലെങ്കിൽ 45 പേര് ബാക്കി 50 ഇപ്പുറത്തെ ബാലൻസാണ്. അപ്പോൾ ഇവയൊക്കെ എവിടെയെല്ലാം ഇങ്ങനെ സഞ്ചരിക്കും. കാരണം തള്ള തീറ്റി കൊടുക്കുന്നില്ല, തള്ള പാല് കൊടുക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് ഹണ്ട് ചെയ്യണം. അപ്പോൾ ഇവർ 1-2 ദിവസം കഴിയുമ്പോൾ ഇവരങ്ങ് സ്പ്ലിറ്റായി പോകും. അത് നിങ്ങൾ ബൈക്ക് വെച്ചിരുന്ന ബൈക്കിനകത്ത് വേണം, സൈക്കിൾ വെച്ചിരുന്ന സൈക്കിളിൽ, ഷൂ വെച്ചിരുന്ന ഷൂവിനകത്ത്. അങ്ങനെയാണ് കുട്ടികൾക്ക് കടികൾ. അപ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കും, കുട്ടികൾ കാലിടുന്നു, കടികളുന്നു. പക്ഷേ ജീവൻ അപകടം ഉണ്ടാവില്ല. കാരണം ഇപ്പോഴത്തെ കുട്ടികളെല്ലാം തട്ടുന്നുണ്ട്. നമ്മൾ ഷൂവിനകത്തുനിന്ന് വീഡിയോ, പാമ്പിനെ എടുക്കുന്ന വീഡിയോസ്, ആ ഹെൽമെറ്റിനകത്ത് ഞാൻ ഒരിക്കൽ വിതിരയിൽ വല്ല വെള്ളനാടുന്ന ഒരു പാമ്പിനെ എടുത്ത് പിന്നെ നാട് മൊത്തമുള്ള ഹെൽമെറ്റിൽ പാമ്പാണ്. ആ വീഡിയോ വന്നതിന് ശേഷം പിന്നെ കേരളം നല്ല ഇന്ത്യയിൽ മുഴുக்க ഹെൽമെറ്റിനകത്ത് അതുവരെ ഒരു വീഡിയോ പിന്നെ ഒരു കുടത്തിനകത്ത് ഒരു പാമ്പ് കഴിഞ്ഞ ഒരു കുടത്തിനകത്ത്, ആ കുടത്തിനകത്തുനിന്ന് ഞങ്ങൾ പാമ്പിനെടുത്ത് വീടിയതിനു ശേഷം പിന്നെ കംപ്ലീറ്റ് കുടത്തിനകത്ത് പാമ്പാക്കി. പിന്നെ ഇടയ്ക്ക് നോക്കിയപ്പോൾ ഒരു പച്ചക്കറിക്കകത്ത് ഒരു കാരണവശാലും എനിക്ക് കോളിഫ്ലവർ എന്ന സാധനത്തിന് അകത്തൊരു പാമ്പ് ഇറങ്ങി വരുന്നു. ഒരു കാരണവശാലും അതിനകത്ത് കയറാൻ ഒരു സാധ്യത. അപ്പോൾ ഇതെല്ലാം കുറേയൊക്കെ സോഷ്യൽ മീഡിയയിൽ കുറേ വരുന്ന വാർത്തകൾ ഒരു 50 അല്ല ഒരു 75 ഒക്കെ, എനിക്കൊരു 75% ഫോളോവേഴ്സിനെ കൂട്ടാനോ അല്ലെങ്കിൽ അങ്ങനെ. അപ്പം അതുകൊണ്ട് ആൾക്കാർ പാനിക്കാവും. ആൾക്കാർ ഇപ്പം പേടിക്കുന്നു. കുട്ടികൾക്ക് മുന്നിൽ ഒരു കാലിലൊരു പാടുണ്ടാവുമ്പോൾ അയ്യോ എൻ്റെ മോനെ പാമ്പ് ഓടിച്ചു ഒന്ന് അമ്മ ഓടിയെടുത്തും പോകും. എന്നാലൊരു നമ്മുടെ പ്രിയപ്പെട്ട ചാനലിൽ ഈ അടുത്ത കാലം ചോദിച്ചാൽ ഒരു മാസമായില്ല, പാറശാലയിലുള്ള ഒരു തൊഴിലാളി പാവപ്പെട്ട കർഷകർ നമ്മുടെ പേരുക്കടയിൽ വഴയിലെന്ന് പറഞ്ഞ സ്ഥലത്ത് പോകും. എനിക്ക് തോന്നുന്നത് ഒരു വാർത്തയിൽ വന്നോന്ന് എനിക്ക് തോന്നില്ല. ഒന്ന് പണിയുണ്ടെങ്കിൽ പുള്ളി അത് കടിച്ചു. അന്നെന്നെ വിളിച്ച ഓണറിനെ വിളിച്ച് തൊട്ടടുത്തോട്ട് എന്നെ വിളിച്ച് കടിച്ച പാമ്പിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു, കടിച്ച പാടം എനിക്ക് അയച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് പേടിക്കേണ്ട, ഇത് ചേരയാണ്, പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ അദ്ദേഹത്തിനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. ചേര കടിച്ചാലും മരിക്കില്ല, അറസ്റ്റായിരുന്നു. കാർഡിയക് അറസ്റ്റ് വന്നു, കാർഡിയക് അറസ്റ്റ് വന്നു. അതാണ് പണ്ട് നമ്മളൊക്കെ ഈ കമ്പ്യൂട്ടർ യുഗത്തിന് മുന്നേ നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട്, പാമ്പിനെ കണ്ടിട്ട് തവള കടിച്ചു, തവള ഒളിച്ചിരുന്ന് കടിച്ചു, പാമ്പ് മുന്നിൽ കിടന്നു. കടിച്ച തവളയാണ്, പാമ്പിനെ കണ്ടായിട്ട് പേടിച്ചെത്തില്ലേ. അതുപോലെ ഇപ്പം നമ്മുടെ നാട്ടിൽ സംഭവിച്ചു. ചേര കടിച്ചു മരിച്ചു, കാർഡിയക് അറസ്റ്റ് വന്നു. ഇതൊക്കെ 1 മാസമായിട്ടില്ല. എനിക്ക് എൻ്റെ വാട്സപ്പ് അറിയാം, എൻ്റെ ഫോട്ടോയിൽ എനിക്ക് എൻ്റെ ആ നമ്പർ സേവ് ചെയ്തിട്ടില്ല, എവിടെയും കാണാതിരിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കഥകൾ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ അവിടെയാണ് ചെയ്യുന്ന ഈ അവയർനെസ് പ്രോഗ്രാം എന്ന് വെച്ചാൽ ഇതിപ്പം തന്നെ പറഞ്ഞു, നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ചേര കടിച്ചു കഴിഞ്ഞാൽ മരിക്കത്തില്ല, ഉറപ്പായിട്ട്. പക്ഷേ ചേര കടിച്ച് അതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് അറ്റാക്ക് ഉണ്ടാക്കി ഇവിടെ അവയർനെസ് നമ്മൾ വേറെ പ്രത്യേകത.
നമ്മളിപ്പോൾ ഈ നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ കൊടുക്കുക, നമ്മൾ മലയാളികൾ ഇത് കാണും, അരമണിക്കൂർ നടക്കും, പിന്നെ ആവശ്യം വരുമ്പോഴേ ഓടിപ്പോവും. ഇന്ന ചാനലിൻ്റെ വീഡിയോ ഉണ്ട്, ഒന്ന് അവിടെ പോയി തപ്പും, യൂട്യൂബിലെ സൈറ്റിൽ അപ്പോൾ കിട്ടാതെ വരും. അപ്പോൾ ഇവിടെ പേടിയാവും. ഓർത്ത് വെക്കാനുള്ള ഒരു ആവശ്യമില്ല അവർക്ക്, കാരണം അവർക്ക് നെറ്റ് കയറി കിട്ടുമല്ലോ. ഇപ്പം നമുക്ക് സംഭവം നമ്മളിവിടുത്തെ കേരളത്തിലൊരു പ്രത്യേകത, കേരളത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ ഇപ്പം ഇന്നലെ മെനിങ്ങാന്നൊക്കെ ഒരു ചെറിയ പാമ്പ്, ചെറിയെങ്കിലും പാമ്പിനെ പിടിച്ചിട്ട് എന്നെ പറഞ്ഞു, ചേട്ടാ എനിക്കൊരു വെള്ളിക്കെട്ടാണ് കിട്ടിയത്. ഞാൻ പറഞ്ഞു വെള്ളിക്കെട്ടായിരിക്കത്തില്ല, ചുവർ പാമ്പ്. ഇല്ല, ഞാനത് സൈറ്റിൽ കയറി നോക്കിയപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ ഉള്ള പാമ്പ് എൻ്റെ ഡീറ്റെയിൽസാണ് അവിടെ നിന്ന് കിട്ടിയത്. ചിലപ്പോൾ രണ്ട് സെയിമായി, കളർ ഏകദേശം ഒരു വരെ. ഇവരടിച്ചപ്പോൾ അതിനവിടെ വനമുണ്ട്, ഇവിടുത്തെ അല്ല കിട്ടിയത്. ഇത് വോൾഫാണ്, വെള്ളി വരെ ഇവർ കിട്ടി അവിടുത്തെ വനമുള്ള പാമ്പിൻ്റെ ഡീറ്റെയിൽസാണ് കിട്ടിയത്. അപ്പോൾ നല്ല ചേട്ടാ ഇത് വനമുണ്ട്, ഞാനിപ്പോൾ സർട്ടിഫിക്കറ്റ് ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തെ ഇതൊക്കെ തട്ടിപ്പ് കയറാൻ, ഇത് നമ്മുടെ വെള്ളി വരെ എന്നറിയപ്പെടുന്ന വോൾഫാണ്, ചുരുട്ടിയാണെന്ന് പറഞ്ഞ് മനസ്സിലായി. പക്ഷെ അങ്ങനെ കുറേ ആൾക്കാരുടെ ഈ എന്താ പറയുക, ഈ തെറ്റിദ്ധാരണകൾ മാറ്റാൻ നമുക്ക് കഴിയില്ല. പണ്ടത്തെ ആ രീതി അടുത്ത തലമുറയും പിന്തുടരുന്നു. ഇപ്പം നമ്മൾ ഏതെങ്കിലും വേണ്ടി പാമ്പിനെ പിടിക്കാൻ പോകുന്നത്, പാമ്പിനെ കണ്ടുണ്ടെങ്കിൽ വെച്ചാൽ ഇന്നലെ മെനിങ്ങാന്നൊക്കെ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ഇന്നലെ മെനിങ്ങാന്നൊക്കെ വെളുത്തുള്ളി ജ്യൂസ് അടിച്ച് വീട്ടിലാകും മുഴുവനും തളിച്ചു. അത് എഡ്യൂക്കേറ്റഡായ ആൾക്കാരാണ്, സാധാരണക്കാരല്ല, കർഷകനല്ല, വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞ ആളല്ല, എഡ്യൂക്കേറ്റഡായ ഓഫീസർ ആൾക്കാരെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ അന്ന് മുത്തശ്ശിമാർ പറഞ്ഞ അങ്ങനെ കേട്ടിട്ടുണ്ട്, വെളുത്തുള്ളി ഒഴിക്കണം, മണ്ണെണ്ണ ഒഴിക്കണം. മണ്ണെണ്ണ ഓക്കെ, വെളുത്തുള്ളി സാധനം ഒരു ബന്ധമില്ല, ഒരു ബന്ധവുമില്ല, പാമ്പോട്ട് യാതൊരു ബന്ധവുമില്ല. വെളുത്തുള്ളി നല്ലതാണ്, നമുക്ക് ഗ്യാസ് ഉണ്ടാവും, അല്ലാത്ത ഒരു ബന്ധമായിട്ട് ദേഹത്തിന് നല്ലതാണ്. അത് ഇതിന് ഇപ്പം ഇങ്ങനെ കുറേ കഥകളുണ്ട്, അതിന്നും പിന്തുടർന്ന്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ അല്ലെങ്കിൽ ഈ ഫാസ്റ്റ് ലൈഫിൽ ഇന്നും അത് എന്നോട് വിളിച്ചു കഴിഞ്ഞാൽ നാഗമാണിക്യം ഉണ്ടോ? എവിടെ ഇരിക്കുന്നു? എവിടെ? ആകപ്പാടെ മാണിക്യം എന്ന് പറയുന്ന സാധനം അല്ല, മാണിക്യം എന്നുള്ള സാധനമുണ്ട്, അത് മനുഷ്യനാണ്, മൂത്രത്തിലല്ല, ആ കല്ലാണ്, അല്ലാതെ വേറെ ഡിവേഴ്സ് ഒന്നുമില്ല, വെറും കഥകളല്ലേ ഇതൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത്, മലയാളിയെ ഒരിക്കലും പൂർണ്ണമായിട്ട് ബോധവൽക്കരിക്കാൻ കഴിയും. മലയാളിയെ പൂർണ്ണമായി എൻ്റെ അനുഭവം ഞാൻ കാസർഗോഡ് മുതൽ പാറശാല വരെ ഏകദേശം 11,000-ഓളം ക്ലാസ്സുകൾ എടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഡൽഹി മലയാളി അസോസിയേറ്റ് പരിപാടി പങ്കെടുത്തു, നല്ല ക്ലാസ് കൊടുത്തു. ചെന്നൈയിൽ SNDPയുടെ പരിപാടി കുടുംബയോഗത്തിൽ പങ്കെടുത്തു, നല്ല ആളായിട്ട് നല്ല ക്ലാസ് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ എൻ്റെ പ്രാധാന്യം ഞാൻ അവയർനെസ്സിന് പോയി കഴിയും. ഇപ്പോൾ പാമ്പിനെ പിടിക്കുന്നത് ഉൾപ്പെടെ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുക, കുറേ പാമ്പുകളൊക്കെ നമ്മുടെ പറമ്പിലെ ഒഴിവാക്കുക. ചേര വന്നു എന്തിനാ പിടിക്കണം? ഈ ചേര ആണോ? അത് രണ്ടും ആണും പെണ്ണും തരാണ്. എല്ലാ ജീവിയിലും ആണും പെണ്ണും. ചേരയ്ക്കാണും പെണ്ണും, മൂർക്കനാണും പെണ്ണും, അണലിക്കാണും പെണ്ണും, എല്ലാ ഇനത്തിലും. ഇപ്പൊ ചേരയും പണ്ട് നമ്മുടെ പൂർവീകർ പറഞ്ഞത് ചേരയും പാമ്പുകളാണ് ചേർന്നത്. ചേരയും പാമ്പുകളാണ് ചേർന്നത് എന്താ സംഭവിക്കുക? ചേര പെണ്ണും മൂർക്കനാണ്. അപ്പൊ എവരെയാണ് ചേരുമ്പോൾ ഇവരെ കൊണ്ടാകുന്ന കുഞ്ഞുങ്ങൾ എന്തായിരിക്കും? ചേര പകുതി ചേരി പകുതി മൂർക്ക. അപ്പൊ ഇതൊന്നും ഒരിക്കലും നടക്കത്തില്ല എന്ന് നമുക്ക്. പിന്നെ ഹൈന്ദവ വിശ്വാസങ്ങളിൽ അർദ്ധനാരീശ്വരൻ എന്നറിയപ്പെടുന്ന ഒരു കഥാപാത്രം ഉണ്ട്, പകുതി ദേവിയും പകുതി ദേവൻ. ഹൈന്ദവ വിശ്വാസങ്ങൾ. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ അതേക്കും പോവാം. അപ്പോൾ അങ്ങനെ സംഭവം. അപ്പോൾ ചേര പകുതി മൂർക്കം പകുതി, അല്ല ഇപ്പോൾ മൂർക്കം എന്തുകൊണ്ടായിക്കൂടാ? എനിക്ക് ഇതിപ്പോൾ ഒരുപാട് കഥകളാണ്. അപ്പോൾ ഞാൻ അതിനെ മാറ്റിയെടുക്കാനാണ് എഡിറ്റ് ചെയ്തു. അതെ, 100%. ഞാൻ എൻ്റെ ഒരു പ്രത്യേകത, ഒരു ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല. അപ്പോൾ നാടൻ ശൈലിയിൽ, നാടൻ ഭാഷകളിൽ, നാടൻ രീതിയിൽ മാത്രമേ ആൾക്കാരെ ബോധവൽക്കരിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചേരയെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ സയൻറ്റിഫിക്കലേക്ക് പോകും. ഇപ്പോൾ ഒരു വീട്ടിലൊരു പാവപ്പെട്ട കർഷക, ഒരു പാവപ്പെട്ട വീട്ടിലൊരു അമ്മയ്ക്ക് ഒരു പാമ്പിനെ കണ്ടാണ്ട് ചേരയാണോ മൂർക്കനാണെന്ന് പറഞ്ഞാൽ മതി. അവിടെ അമ്മ നാക്ക് തിരിയാത്ത സയൻറ്റിഫിക് വേരി പോയിട്ട് എന്താ കാര്യമുള്ളത്? ഇനി ഒരു സത്യമാണ് ഞാൻ പറയാൻ പ്രശ്നം. നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഭാരതത്തിൽ ഇതുവരെ ഒരു ബുക്കും ഒരു ഇന്ത്യക്കാരൻ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല. ഇതെല്ലാം റിയറായിട്ട് ഇപ്പം നമ്മളെല്ലാം വെച്ചോക്കെ. ഇപ്പം ഞങ്ങളെപ്പോലെ ഒരുപാട് പേര് കേരളത്തിൽ ഇന്ത്യയിൽ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർ. നാട്, നമ്മുടെ ഭാരതരത്ന കൊടുത്ത് ആദരിച്ചത് ആർക്ക് വേണ്ടിയാണ്? ആർക്കാണ്? പാമ്പുമൈൻ്റെ വെൽട്ടേക്കർ എന്ന് പറഞ്ഞൊരാണ്. കേരള വിദേശി, ഭാരതീയനല്ല. ഭാരതീയനെ കൊടുക്കാത്തതുകൊണ്ട് എത്രയോ കഴിവുള്ള പാമ്പ് സംരക്ഷകരുണ്ട് കേരളത്തിലെ ഭാരതത്തിൽ. അപ്പോൾ നമ്മൾ മടിക്കും, നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. നമ്മളെന്തെങ്കിലും അറിയേണ്ട തലമുറ പഠനം കണ്ടെത്തിയിട്ടും കാര്യമില്ല, നമ്മൾ അവഗണിക്കുന്നു. കേരളത്തിലത്തെ കിടക്കുന്നു. ഇപ്പോൾ നടക്കുന്ന പാമ്പ് സംരക്ഷണ മേഖലയിൽ മുഴുവൻ എന്നെ ചിത്രവധം ചെയ്തുകൊണ്ടുള്ള പര്യടനമാണ്. അപ്പോൾ പുതിയ സംരംഭങ്ങൾ അവർ ക്ലാസ് എടുക്കുന്നത് എന്നെ മാത്രമാണ് അവിടെ കുറ്റം പറയുന്നത്. അതിനുവേണ്ടി മാത്രമുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നടക്കുന്നത്.
ഇപ്പോൾ ഒരു അവയർനെസ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരാളെങ്കിലും നമ്മൾ കുറ്റപ്പെടുത്തേണ്ട കാര്യം വരുന്നില്ല. ഇവിടെ എൻ്റെ പേര് ബാബാ സുരേഷ് എന്നുള്ള പേര് മാത്രം ദുർവിനിയോഗം ചെയ്യും, അല്ലെങ്കിൽ ആ പേര് എന്നെ ഉപയോഗിച്ച് എന്താ പറയുക ഇല്ലാതാക്കണം അല്ലെങ്കിൽ മോശപ്പെടുത്തണ രീതിയിലുള്ള ക്ലാസ്സുകളാണ് നടത്തുന്നത്. പക്ഷെ ഞാനങ്ങനെയല്ല, ഞാൻ പറയുമ്പോൾ എല്ലാം പറയും. എൻ്റെ ക്ലാസ്സിൽ ഞാൻ അവയർനെസ് ചെയ്യുന്ന പാമ്പുകളെ കുറിച്ച് മാത്രമല്ല, ഭാരതത്തിലെ ആദ്യത്തെ ദേശീയപാലം കിങ്കോബൻ എന്നറിയപ്പെടുന്ന ആ പാമ്പിൻ്റെ ആദ്യത്തെ ഭാരതത്തിലെ നാമം, അതുപോലെ നമ്മുടെ രാജകുമാരിയുടെ കടിയേറ്റ് കേരളത്തിൽ സ്ഥിരീകരിച്ച മരണം. നിങ്ങൾക്കറിയാം, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇനിയിപ്പോൾ എന്തെങ്കിലും പറയുന്നൊരു പ്രശ്നം പറ്റില്ല. നമ്മുടെ കേരളത്തിൽ ഒരു കാര്യം എപ്പോഴും ഓർക്കണം. ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ, ഞാൻ നിങ്ങളുടെ ടി വിയിലാണ്ട് മാത്രമേ പറയുന്നത്. കാരണം എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും, ഒരുപാട് അവസരം കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. കാരണം പറയാത്ത കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ആ കുടുംബത്തിന് കിട്ടാനുള്ള കുറേ സാമ്പത്തികം കിട്ടാതെ പോകും. നേരത്തെ പറഞ്ഞിരുന്നു ഉത്തരാകൊലക്കേസ് പോലെ പറഞ്ഞു. നമ്മുടെ കേരളത്തിൽ രാജകുമാരിയുടെ കടിയിട്ട് മരണം സ്ഥിരീകരിച്ചൊരു കടി ഒരെണ്ണേ ഉള്ളൂ. കേരളത്തിൽ തിരുവനന്തപുരത്താണ്, മൃഗശാലയിലാണ്. ഒരു പാമ്പ് സംരക്ഷകൻ, ആനിമൽ കീപ്പറാണ്. കടിയേറ്റ് മരണപ്പെട്ടെന്നാണ് വാർത്ത വന്നത്. ലോകത്തിലത് സൂയിസൈഡാണെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം അത് സൂയിസൈഡായിരുന്നു. അത് സൂയിസൈഡ്, അന്ന് ഞാൻ സൂയിസൈഡാണെന്ന് എല്ലാ മെഡിക്കലും പറഞ്ഞിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് കിട്ടാനുള്ള ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള താങ്കൾ കിട്ടത്തില്ല, ഇദ്ദേഹത്തിന് ഭാര്യയ്ക്ക് ജോലി കിട്ടത്തില്ല, മൃഗശാലയിൽ നിന്ന് സാമ്പത്തികം കിട്ടും, അത് കിട്ടത്തില്ല, എല്ലാം പോകും, സൂയിസൈഡായിരുന്നതായി. പക്ഷെ ഇപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം പൈസ കിട്ടി ഭാര്യയ്ക്ക് ജോലി കിട്ടി എല്ലാം കിട്ടി. ഇനി പറഞ്ഞിട്ട് കാര്യം, ഇനി പറഞ്ഞിട്ട് കുഴപ്പമില്ല. അതുകൊണ്ട് അപ്പോൾ രാജകുമാരിയുടെ കടിയേറ്റ് മരണപ്പെട്ട ഒരു കേസ് നമ്മൾ കേരളത്തിൽ സ്ഥിരീകരിക്കുന്നത് തിരുവനന്തപുരത്താണ്. അത് സൂയിസൈഡാണെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒരാളും പറഞ്ഞിട്ടില്ല. അതെ, ഒരാളും പറഞ്ഞിട്ടില്ല, ഒരു ചാനലും പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യം ഫസ്റ്റ് വന്ന വാർത്ത അപ്പോൾ ഒരുപാട് എന്നെ വിളിച്ചു ദ്രോഹിക്കരുതെന്നും പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ മിണ്ടിയില്ല. ഇനിയിപ്പോൾ അവർക്ക് കിട്ടാനുള്ള കിട്ടി. അപ്പം അതൊരു പാമ്പ് കടിയായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല, അതും കൂടി മനസ്സിലാക്കണം. ഇത് കേരളത്തിൽ മാത്രമേ വെള്ളത്തിൽ രാജകുമാരി കടിയിട്ട് ഒരാളെ ഉള്ളൂ അതെങ്ങനെ പറയാൻ പറ്റും? സൂയിസൈഡാ, അത് കടിയെന്ന് പറയാൻ പറ്റും, പിടിച്ചു ചേർപ്പിച്ചല്ലേ, അത് സ്വാഭാവികമായിട്ടത് കടിയല്ല. 12 മുതൽ 2 മണിയിലൊക്കെ ഒരു കീപ്പർമാരും കൂട്ടിനകത്ത് കയറാൻ പാടില്ല, ലഞ്ച് ടൈമാണ്. ലഞ്ച് ടൈമിൽ കൂട്ടിനകത്ത് നിൽക്കാം. ആ സമയത്ത് തന്നെ അടിച്ചിരിക്കുന്നത് 12-1:30 പുള്ളിക്ക് കൂട്ടി രണ്ടാമത്തെ കയറാനോ കൂടെ നടക്കാനോ പുള്ളിക്ക് നിയമമില്ല, അധികാരമില്ല. അത് നമ്മൾ കൂടിനകത്തെല്ലാം കടിച്ചു കിടന്നത്, വെളിയിലാണ് അടിച്ചു കിടന്നത്. പിടിച്ചു വെച്ച് വെളിയിൽ മാറ്റി പൊട്ടി പിടിച്ച് കടിപ്പിച്ചിട്ട് പൊട്ടി തന്നെ വീഴുകയായിരുന്നു. കാരണം നമ്മൾ അപ്പുറത്തെ ദിവസം വന്ന് കടി കിട്ടി, നമ്മൾ എന്ത് ചെയ്യും? ഉടനെ ആൾക്കാരെ വിളിച്ചു, ആരെങ്കിലും പോയി രക്ഷിക്കാൻ. ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ കടിച്ച ഉടനെ അങ്ങ് മരിക്കത്തില്ല, കടിച്ച അടുത്ത സെക്കൻഡിലൊന്നും ഒരാളും മരിക്കത്തില്ല, ഒരു അരമണിക്കൂറെങ്കിലും സാധനം എടുക്കും. രാജകുമാരിയുടെ അങ്ങനെയാണ്, ഹൈ ഡോസാണ്, അളവിൽ കൂടുതലാണ്, വീര്യം കൂടുതലല്ല. മോർക്കൻ്റെ രാജകുമാരിയുടെ ഒരേ സെയിം ആണ്. മോർക്കനും അതിൻ്റെ രാജകുമാരി അതിൻ്റെ സെയിം പ്രോട്ടീനാണ്, അളവിൽ കൂടുതൽ ചെയ്യും. അതുകൊണ്ട് ഡെത്ത് വരും, അവിടെ ഡെത്താവും, നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മരണപ്പെടും. ഡോസേജ് കൂടുതലാണ്, അതായത് വീര്യം കൂടുതലല്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. വലിയ പാമ്പല്ലേ, വലിയ തലയല്ലേ, വലിയ ഗ്ലാൻഡല്ലേ, അത്രയ്ക്ക് വില കൊടുക്കുകയല്ലേ. ആനയെ കൊല്ലാനുള്ള സാധനം ഒരേ സമയത്ത് വലിയ കിങ്കോബനോട് ആനയെ കൊല്ലുന്ന സാധനം ഒരുമിച്ച് കൊടുത്താൽ അത്ര കരിഞ്ഞു. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മാംസവും വലിയ അത്രയ്ക്ക് പറ്റില്ല. അതിപ്പോൾ നമുക്ക് പാമ്പ് കടി എന്താണെന്ന് പാമ്പ് കടി ഏൽക്കുന്ന ആൾക്കാരെ കൊണ്ട് പറയാൻ പറ്റും. അല്ലാതെ ചുമ്മാ ഒന്ന് ചാനലിൻ്റെ മുന്നേ ഒന്ന് കഥ പറയുന്ന പാമ്പ് സംരക്ഷകർക്ക് ഒരിക്കലും പറയാൻ പറ്റും. ഒരു കടിയെങ്കിലും കിട്ടിയവന് മാത്രമേ കടിയിലേക്കും പറയാൻ പറ്റൂ. അത് ഒരുപാട് കടി കിട്ടിയാൽ മാത്രമേ പഠിക്കാൻ പറ്റൂ. ഇന്ന് ഒരു ബുക്കിലും പാമ്പ് കടിയേറ്റ ഒരാൾ തയ്യാറാക്കിയ ഒരു ബുക്കും ഭാരതത്തിലില്ല. ഞാൻ അതിലേക്കായിരുന്നു വന്നത്. അപ്പം ഒരു ബുക്കും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ബാബാ സുരേഷ് ഏട്ടനെ അത്തരത്തിലൊരു ബുക്ക് ബുക്കൊക്കെ ചെയ്യണം താല്പര്യം, സമയം കിട്ടുന്നില്ല. എനിക്കിപ്പോൾ എന്താ പറയുക, എനിക്ക് എൻ്റെ സത്യം പറഞ്ഞാൽ ഇന്ന് നിങ്ങളുടെ ചാനലിൻ്റെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിൽ വേറെ പല ചിന്തകളാണ്. കാരണം എൻ്റെ അച്ഛൻ വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിൽ ഹോസ്പിറ്റലൈസിലാണ്. ഞാൻ ഇവർക്കും എനിക്ക് വരുന്ന 2 ദിവസം മുന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ആ വരാമെന്ന് പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി പലതരത്തും പാലിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ആ വാക്ക് പറഞ്ഞുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഇതിനേക്കാളും പ്രാധാന്യമുള്ള സംരംഭം എൻ്റെ അച്ഛന് തൊണ്ടയിലെ ക്യാൻസറിട്ട് വളരെ 4ാം സ്റ്റേജ് കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റിലാണ്. ഞാനവിടെ ഇരിക്കേണ്ടതാണ്. ഇന്നലെ രാത്രി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഇത്രയും ഞാൻ ഹോസ്പിറ്റലായിരുന്നു. ഉറങ്ങാൻ വേണ്ടി ഞാൻ കുളിക്കാൻ വേണ്ടി മാത്രമാണ് വേണ്ടി റൂമിലേക്ക് പോയത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞാൻ പങ്കെടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതുമാത്രമല്ല വേറെ കാണുന്നുണ്ട്. ക്യാൻസർ എന്ന് പറയുന്ന ആ അവസ്ഥ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മോചിക്കാനുള്ള അല്ലെങ്കിൽ അതിൽ നിന്ന് വേദന കുറയ്ക്കാൻ പറ്റുന്ന സാധനം കൊടുക്കുന്നത് ഞാൻ സംരക്ഷിക്കുന്ന പാമ്പുകളാണ്. വേദന സംഭവിക്കുന്ന അറിയപ്പെടുന്ന പിന്നെ ഹാർട്ട് അറ്റാക്ക് എന്നുള്ള സാധനം ഒന്ന് അതിനകത്ത് രക്തം കെട്ടപ്പിടിച്ച് അരിപ്പിക്കുന്ന മരുന്നിൽ ചേരുന്നത് മെഡിസിനും പാമ്പിൻ്റെ വെനത്തിൽ നിന്നാണ്. പിന്നെ അതുപോലെ പാമ്പ് കയറ്റിൽ കൊടുക്കുന്ന മറുവശത്തും പാമ്പിൻ്റെ വെനത്തിൽ ഇങ്ങനെ ഒരുപാടുണ്ട്.
അത് പാമ്പ് കടിയെ കുറിച്ച് പാമ്പിനെ കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഒരിക്കലും പാമ്പിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നത് നോഹയുടെ പെട്ടകം ഉണ്ടാക്കിയ മരം ലോകത്ത് എവിടെയാണ്, ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ്, ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടുന്നവർ. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും നമ്മുടെ ഭാരതത്തിലാണ്, നമ്മുടെ കേരളത്തിലാണ്, നമ്മുടെ പത്തനംതിട്ടയിലാണ്, നമ്മുടെ ഒറാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണെന്ന് പറയാൻ പറ്റും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശുദ്ധജലം നമുക്കുണ്ടാകുന്ന സ്ഥലമാണ്, ഏറ്റവും നല്ല ശുദ്ധജലം ഉണ്ടാകുന്ന സ്ഥലമാണ് ഒറാൻ. ആ ഒറാനിലെ വെള്ളം നമുക്ക് കുടിക്കാൻ ബാക്കിയില്ല, അത് തമിഴ്നാട്ടിലാണ് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ എൻ്റെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തും ഞാൻ സ്കൂളുകളിൽ. ഈ വ്യത്യസ്തങ്ങളായ പാമ്പുകളെ കുറിച്ച്, കേരളത്തിലെ പാമ്പുകളെ കുറിച്ച് അറിയാം. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ഒത്തിരി പാമ്പുകൾ നമ്മൾ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ പാമ്പുകൾ ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ച് കാണാനും പോകാനുള്ള ആൾക്കാർ തോന്നിയിട്ടുണ്ടോ? ഒരാഗ്രഹമില്ല. എനിക്ക് എൻ്റെ നാടാണ് ഏറ്റവും വലുത്, എൻ്റെ ഭൂമിയാണ്. എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന അപകടത്തിൽ നിന്ന് അവരെ രക്ഷിക്കണം. അപ്പോൾ വിദേശത്തുള്ള പാമ്പുകളെ കടി ഇവിടെ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ അനുഭവത്തിൽ ഇപ്പം ഞാൻ മഹാരാഷ്ട്ര പോയി, അവിടുത്തെ കുറേ പാമ്പുകളെ കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റി. കർണാടക പോയി മനസ്സിലാക്കാൻ പറ്റുന്നു. അങ്ങനെ അടുത്തേക്കാണ് ഓരോരോ സ്ഥലങ്ങളായിട്ട് പോയി അവിടുത്തെ പാമ്പ്. പക്ഷേ ഇന്ത്യയിലെ പാമ്പുകളാകുമ്പോൾ ഏത് പാമ്പാരെ കടിച്ചാൽ നമുക്കൊരു മെഡിസിനാവും, കോമൺ ആയിട്ടൊരു സാധനം. ഏത് കടിച്ചാൽ ഈവൻ കോമൺ അടിച്ചാൽ ഒന്നേ ഉള്ളൂ, അടക്കം അടിച്ചാൽ ഒന്നേ ഉള്ളൂ. ഏത് പാമ്പാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം ഒരാവശ്യമില്ല. പാമ്പിനെ കണ്ടെടുത്തിപ്പോൾ നിങ്ങൾ പറമ്പിൽ കൂടെ സഞ്ചരിച്ച് പോകുമ്പോൾ ഒരു പാമ്പിനെ ചവിട്ടി ചെയ്ത് കടിച്ചു, അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി. നിങ്ങൾ ആളുകൾ വിളിച്ച് തപ്പി നോക്കുമ്പോൾ അത് ചേരയാണ് കിട്ടിയത്, തല്ലി കൊന്നുകൊണ്ട് എന്ത് കാര്യം, കടിച്ചത് മൂർഖനല്ലേ. അങ്ങനെ ഉണ്ടോ? ഒരിക്കലും അങ്ങനെയൊക്കെ കടിയിട്ടുന്നുണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് കാലം കൂടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഉള്ളൂരത്തെ ഡോക്ടർ അതിൻ്റെ പേര് പറഞ്ഞു, ഒരു 15-12 വർഷങ്ങൾക്ക് മുന്നേ എന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഒരു കടിയേറ്റ പാമ്പ് കടിയേറ്റ വ്യക്തിക്ക് 2 സിംറ്റംസ് കാണിച്ചു, മൂർഖൻ്റെയും അണലിയുടെയും സിംറ്റംസ് ആ ബോഡിയിൽ കാണിച്ചു നോക്കാം. അപ്പോൾ പുള്ളി ഇങ്ങോട്ട് പറഞ്ഞത് ചിലപ്പോൾ ഇവർ രണ്ടും കൂടെ ഇളകേറുന്നില്ല. ഒരു പുള്ളി പറഞ്ഞ ഒരു ഡോക്ടറാണ്, പുള്ളിയുടെ പേര് ഉള്ളൂരുള്ള പുള്ളിയുടെ പേര് എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആളാണ്. പുള്ളി പറഞ്ഞത് 2 പാമ്പുകളെ മൂർഖൻ അണലി കൂടെ ഇടചേർന്നുകൊണ്ടിരുന്നപ്പോൾ 2 കൂടെ ചവിട്ടി കാണാം, അപ്പോൾ 2 കൂടെ കടിച്ചു. മൂർഖൻ അണലി കൂടെ ഇടചേർന്നുകൊണ്ടിരുന്നപ്പോൾ അതിനെ ചവിട്ടി കാണും, അപ്പോൾ 2 കടിച്ചു കാണും. പക്ഷെ സംഭവിക്കാം, ഒരു മൂർഖൻ എന്ന് പറഞ്ഞ പാമ്പ് അല്ലെങ്കിൽ അതിഥി ചേരയെ കഴിക്കുന്നു, മൂർഖനെ കഴിക്കുന്നു, മൂർഖൻ നീർക്കൂനെ കഴിക്കുന്നു, മൂർഖൻ പെരുമ്പാമ്പിൻ്റെ കുഞ്ഞിനെ കഴിക്കുന്നു, മൂർഖൻ ശങ്കുവരനെ കഴിക്കുന്നു, മൂർഖൻ അണലിയെ കഴിക്കുന്നു. അപ്പോൾ ഈ മൂർഖൻ അണലിയെ കടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് അതിൻ്റെ കഴുത്തിനടുത്തുമല്ല ഇദ്ദേഹത്തിൻ്റെ ചവിട്ട് വന്നാൽ 2 കടിയും വിടാം സാധ്യത കൂടുതലാണ്. 1. പിന്നെ ഈ കടിയേറ്റ ഈ 2 സിംറ്റംസും കാണിച്ചു എന്ന് പറഞ്ഞ ആളിന് വേറെ പ്രത്യേകത ഉണ്ട്, മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടാവാം. റിയാക്ഷൻ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടാകുന്ന സമയത്ത് ഈ മെഡിസിൻ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഈ കോമ്പൗണ്ട് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഈ പാമ്പ് അതിഥിയുടെ ഈ കണ്ടൻസ് തിരിക്കാത്ത പ്രോട്ടീൻ ചെല്ലുമ്പോൾ അത് കാണിക്കും. അതൊരു പഠനങ്ങളും വന്നിട്ടില്ല, ഇന്നുവരെ ഒരു പഠനങ്ങളും ഇല്ല. പിന്നെ കുറേ കഥകളല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ രാജ്യം ആദരിച്ചതൊരു വിദേശി. അപ്പൊ ഞാനാണ് ഇതൊക്കെ പറഞ്ഞാൽ ആവാസിന്റെ മെന്റലാണ്, അല്ലെങ്കിൽ വിവരം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞു. ഇതേ സാധനം ഇംഗ്ലീഷിലൊരു സായിപ്പ് പറഞ്ഞാൽ സായിപ്പ് ദൈവമാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അവരവിടെ ഇട്ടിട്ട് പോയി 26 അക്ഷരത്തെ 27 ആക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല, 25 ആക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവരുടെ അടിമ തന്നെയാണ് നമ്മളെല്ലാവരും ജീവിതകാലം മൊത്തവും. അതൊരു സംശയമില്ല. എൻ്റെ നാട് എൻ്റെ മലയാളം, ലോകത്തിൽ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന മലയാളത്തെയാണ്. അതുകൊണ്ട് എൻ്റെ നാടും ശൈലിയും എൻ്റെ എന്താ പറയുക നാട്ടിൻ പ്രദേശത്തുള്ളവരെ ബോധവൽക്കരിക്കാൻ എനിക്ക് എൻ്റെ മലയാളം മതി. എനിക്ക് സായിപ്പിൻ്റെ ഇംഗ്ലീഷ് വേണ്ട. അതുകൊണ്ട് ഞാൻ എൻ്റെ മലയാളികളെ ഞാൻ ബോധവൽക്കരിച്ച് പോയെ ഒക്കെ എനിക്ക് തോന്നുന്നത് ഒരു 60-70% എനിക്ക് ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും. ഇപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയാസിലൊക്കെ ഒത്തിരി വീഡിയോസ് കാണാറുണ്ട്. അപ്പോഴത്തേക്ക് ഈ പാമ്പിനെ എത്ര ഇഷ്ടപ്പെടുന്ന, പാമ്പിനെ അതിഥിയെന്ന് വിശേഷിപ്പിക്കുന്ന സുരേഷ് ഏട്ടൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ പാമ്പിനെ ഭക്ഷണം ചെയ്ത് കഴിക്കുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട്. അപ്പം അത് കാണുമ്പോൾ ശരിക്കും എന്താണ് മനസ്സിലാക്കുന്നത്? ഇനി ഞാൻ പറയാം, കേരളത്തിൽ ഭക്ഷണം കഴിച്ചിട്ടില്ലേ? കേരളത്തിൽ പിന്നെ കേരളത്തിൽ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 4 മാസം മുന്നേ പെരുമ്പാമ്പിനെ ഫ്രൈ ചെയ്ത് ഞാൻ റിപ്പോർട്ട് ചെയ്തു. ഒരു കേസും ഉണ്ടായില്ല. ഇപ്പോഴും കേരളത്തിൽ പല സ്ഥലത്തും പെരുമ്പാമ്പിനെ ഫ്രൈ ചെയ്യുന്നു. എന്നാൽ 93 മറ്റാണ് പത്തനംതിട്ട ജില്ലയിൽ റാന്നി ഡിവിഷൻ്റെ കീഴിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തു. ഇതുവരെ പ്രതിയെ പിടിച്ചിട്ടില്ല. അണലിയെ ഫ്രൈ ചെയ്യാൻ വേണ്ടി എല്ലാം റെഡിയാക്കി എടുത്ത് അണലിയെ. പക്ഷെ അന്ന് പോയ പ്രതിയെ ഇതുവരെ കിട്ടിയിട്ട് 10-15 വർഷമായി. അപ്പോൾ അന്നും ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. പിന്നെ ഇതിന് കട്ട് ചെയ്ത് തിന്നുന്ന രാജ്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ തായ്ലാൻഡിൽ പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് ഫ്രൈ ആക്കി അല്ല കറിയാക്കി. വിഷം പറഞ്ഞാലോ അങ്ങനെ വിലമുള്ള ഏതിനെയും കഴിക്കാം. ഇപ്പോൾ വിലമുള്ള പാമ്പ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് തോന്നുന്നു ഗണേശാൻ്റെ പരിപാടി ഉൾപ്പെടെ, മണിയമ്പള രാജസ്ഥാൻ്റെ പരിപാടി ഉൾപ്പെടെ
ആനീസ് കിച്ചൺ ഉൾപ്പെടെ എല്ലാ പ്രോഗ്രാമിലും ഞാൻ പാമ്പിൻ്റെ വില കഴിച്ച ലൈവ് ഞാൻ ചെയ്തു. വീഡിയോ ഞാൻ ചെയ്തു ലൈവായിട്ട് അവരെ പിടിച്ചിട്ട് പാമ്പിൽ പിടിച്ച് എൻ്റെ വായി തുറന്ന് പല്ലിൽ വരാത്ത. അപ്പോൾ 919 പ്രാവശ്യം കുടിക്കാൻ പറ്റും. പാമ്പിൻ്റെ വില നിങ്ങൾക്ക് ആർക്കും കുടിക്കാം, ഒരു പ്രശ്നമില്ല, നിങ്ങൾക്കും കുടിക്കാം. ഇപ്പോൾ കോഴിമുട്ടയുടെ വെള്ള എന്ന് പറഞ്ഞ സാധനം നമ്മളെടുത്ത് കഴിക്കുന്നത്, കോഴിമുട്ടയുടെ വെള്ളം വെച്ചാൽ മരിച്ചിട്ടുണ്ട്. പക്ഷെ കോഴിമുട്ടയുടെ വെള്ളം എടുത്ത് കുത്തി വെച്ചാൽ അത് മരിച്ചു, ഡെറ്റായി പോലെ. അത് കോഴിമുട്ടയുടെ വെള്ളം പോലത്തെ പ്യുവർ പ്രോട്ടീനിൽ പാമ്പിൻ്റെ വില രണ്ട് സെയിം കണ്ടല്ലേ, വേർതിരിക്കാത്ത സാധനങ്ങൾ, വേർതിരിക്കുമ്പോൾ മാത്രമല്ലേ മെഡിസിനാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു ഇംഗ്ലീഷുകാരൻ പറഞ്ഞാൽ മാത്രമേ നമ്മുടെ കേരളം അംഗീകരിക്കൂ എന്നുള്ളതാണ്. അത് നമ്മുടെ അവസ്ഥ. ഇപ്പൊ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ പറയാം അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ്. എന്നിട്ട് പറഞ്ഞാൽ ഇംഗ്ലീഷ് ബുക്ക് പഠിച്ചിട്ട് അതിന്റെ നല്ലപോലെ മലയാളം പരിപാടി പോലും അറിവിടാതെയാണ് അതിന്റെ മലയാളം വന്ന് പറയാനായിട്ട് ചാനലിന്റെ മുന്നേ വന്നിരിക്കും. അത് കേൾക്കുമ്പോഴേക്ക് ചിരി വരും സത്യം പറഞ്ഞാൽ. ശരിക്കും മനസ്സുകൊണ്ട് അംഗീകരിക്കും, പുറമെ അംഗീകരിക്കുന്നത് കാണിക്കാത്തതുമാണ്. പലർക്കും അറിയാം എല്ലാം കറക്റ്റാണ്, ഈ ഇത്ര ഇൻഫർമേഷൻ ഉള്ള ആളാണ്, അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത് എല്ലാം സത്യമുണ്ട്. പക്ഷെ അവർ അംഗീകരിക്കില്ല, പുറമെ അംഗീകരിക്കുന്നത്, മനസ്സിൽ അത് നമ്മുടെ നാടാണ്. അത് അങ്ങനെയാണ്. കാരണം നമ്മുടെ ഒരു സ്ഥാപനത്തിൽ പേരെ പറയാൻ പറ്റും. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞ തിരുവനന്തപുരത്തിൻ്റെ പാമ്പിൻ്റെ കുറിച്ച് വെനം സ്റ്റഡി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു ടീം കുറച്ച് കാലങ്ങൾക്ക് മുന്നേ റിസർച്ച് അവർ പോയി. അതിനുശേഷം ഒരു 5 ടീമും, ഈ 5 ടീമിനും റിസർച്ച് ചെയ്യാൻ വെനം കിട്ടാത്ത അവസ്ഥയിലേക്ക് മറ്റൊരു ചെയ്ത് വെച്ചിട്ട് വരും. എനിക്കറിയാം, അവരെന്നെ വിളിക്കും. ഞാൻ പറഞ്ഞു എനിക്കിതൊരു നിയമം, എനിക്കൊരു പ്രശ്നം, എനിക്ക് നിയമം എന്താ ലീഗലി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നേരെ ലീഗലി നേരെ പൂജപ്പര സേഫ് പേഴ്സണിലേക്ക് കിട്ടുള്ളൂ. അവിടെ ചെന്ന് ഇന്ന ആളുകളെ കാണും. അപ്പോൾ പറയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഹെപ്പറ്റോളജിസ്റ്റ് എന്നൊരു സാധനമില്ല, അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ല. അങ്ങനത്തെ പോസ്റ്റ് ഒരാളുണ്ടായിരുന്നു, താൽക്കാലികമായി അദ്ദേഹത്തിന് പോസ്റ്റ് കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഒരു സാധനം വെച്ചു. അതേപോലെ പിന്നെ പോസ്റ്റ് ഇല്ല. അപ്പോൾ ഇവർ പറയുന്നത് അങ്ങനെ ഇങ്ങനൊരു ഇന്ന ആളില്ല, ഇന്ന ആളിൻ്റെ പോസ്റ്റിലുള്ള ആൾ എത്തിയിട്ടില്ല. പഠനം മുടങ്ങിയില്ല. ഇപ്പോൾ പാമ്പിൻ്റെ വെനം മിൽക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഹെപ്പറ്റോളജിസ്റ്റിൻ്റെ ആവശ്യമില്ല. അവിടെ പാമ്പിനെ പിടിക്കുന്ന ആളിപ്പോൾ ചെന്നൈ മദ്രാസ് സ്നേക്ക് പാർക്ക് നിങ്ങൾ നല്ല ചെയ്യുമ്പോൾ അവിടെ ഒരു പാവപ്പെട്ട ആദിവാസിയാണ് പാമ്പിനെ പിടിച്ച് വെനം കൊടുക്കുന്നത്. അവിടത്തേക്ക് ആവശ്യം തിരിച്ചു. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഭാരതത്തിൽ ഒരുപാട് പാമ്പിനെ പിടിക്കണം. മിൽക്കിംഗ് സെൻ്ററിൽ എത്തണം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ നമ്മുടെ ഇപ്പം ഭരിക്കുന്ന സർക്കാർ ഒരു 50 ലക്ഷം രൂപയോ മറ്റാണ് എൻ്റെ ഓർമ്മ, 50 ലക്ഷം രൂപയായിട്ട് പാമ്പിനെ പിടിക്കുന്ന പാമ്പുകളെ വെനം മിൽക്ക് ചെയ്യാൻ വേണ്ടി ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സംഘടന തുടങ്ങുന്ന അല്ലെങ്കിൽ സംവിധാനം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ സംവിധാനം ഉണ്ടാക്കണമെങ്കിൽ 1 കോടിയിലോ 2 കോടിയിലോ 3 കോടിയിലോ 5 കോടിയിലോ 6 കോടിയിലോ ഒന്നും ആവാൻ പോകുന്നത്. നല്ലൊരു മിൽക്കിംഗ് സെൻറ്റർ തുടങ്ങിയാൽ നമുക്കൊരു കുഴപ്പമുണ്ട്. എന്ത് തുടങ്ങിയാലും അത് നശിപ്പിക്കും. ഒന്നി അതിൻ്റെ വലിയൊരു രാഷ്ട്രീയം വരും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. ഇത് കേരളത്തിൻ്റെ അവസ്ഥയാണ്. കാരണം എൻ്റെ അനുഭവത്തിൽ എനിക്ക് കുടിക്കാൻ പോലും വെള്ളം തരാത്ത, നല്ല ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ബാത്റൂമിൽ പ്രശ്നം കഴുകുന്ന പാത്രത്തിൽ വെള്ളം തന്ന ആൾക്കാരുണ്ട് കുടിക്കാൻ വേണ്ട സമയത്ത്. അതാണ് നമ്മുടെ നാട്. നമ്മുടെ നാടിനെ അപമാനിക്കണം. പക്ഷേ ഉള്ളതുപോലെ പറയണം. നമുക്ക് ഒരു കാലിൽ മന്തുണ്ട്, പക്ഷെ നമ്മൾ വിരലിൽ നഖത്തിൽ ചൊറിയോളാണ് ആ ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ അവസ്ഥ. അതുപോലെ ഞാൻ കുറച്ച് കാലം മുന്നേ പോലെ ഈ പാമ്പൊക്കെ പിടിച്ചാൽ അപ്പോൾ ഇവരെല്ലാവരും ഈ അറപ്പോടെ വെറുപ്പോടെ നമ്മളെ കാണുന്നു. ഇപ്പോഴും ഉണ്ടെന്ന് ചില സ്ഥലത്ത് നമ്മൾ പാമ്പിനെ പിടിക്കാൻ ചെല്ലുന്ന സമയത്ത് കുട്ടികളൊക്കെ തൊടാൻ ചെല്ലുമ്പോൾ അമ്മമാർ കുട്ടികളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോഴും ഈ പിന്നെ ജനഹൃദയത്തിലുണ്ട്. പക്ഷെ നമ്മൾ അറപ്പോടുകൂടി അവർ കാണുന്നുണ്ടെന്നുള്ള. നമ്മൾ പാമ്പിനെ പിടിക്കുമ്പോൾ നമ്മൾ പാമ്പിന് മാറായ്മ എന്തെങ്കിലും സാധനം ഉണ്ടോ, ഇനി അവർ ദേഹത്തൊക്കെ പിടിക്കുമോ എന്നുള്ള പേടിയായിരിക്കാം. അതൊക്കെ ഉണ്ടാകുമ്പോൾ ചൊറിയ പണ്ട് പറയും സർപ്പശാപമാണ് ദേഹത്ത് അവധി ഉണ്ടാകുന്നത് എന്നൊക്കെ പറയുന്ന അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് തൊട്ട് കഴിഞ്ഞ കുട്ടികൾക്ക് അങ്ങനെയെങ്കിലും വന്നാൽ ജീവിതം പോയി. അപ്പോൾ എൻ്റെ സുഹൃത്ത് തന്നെയാണ് എന്നെ ഒരു തിരുവോണത്തിന് വിളിച്ചു. സാധാരണ തിരുവോണത്തിന് വരത്തും കഴിക്കാൻ എൻ്റെ അമ്മയുടെ മുമ്പിൽ ഞാൻ കഴിക്കാറില്ല. ഞാൻ നമ്മുടെ തിരുവനന്തപുരത്ത് കുരിയാച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തിൽ അനാഥ മനസ്സിലുണ്ട്. അവിടുത്തെ കുട്ടികൾ എന്നെ പ്രതീക്ഷിക്കും. ഞാൻ ആരോഗ്യത്തോടെ പുറത്തുണ്ടെങ്കിൽ ഞാൻ അവരെ മിച്ചമുണ്ട്. വന്നിട്ട് ഒരു ഞാൻ രക്ഷയ്ക്ക് വന്നു. അത് ഞാൻ അങ്ങോട്ടും പോകാറ്. ആറ്റുകാലേക്ക് പോകുന്ന വഴി. അതും എനിക്ക് സന്തോഷമുള്ളത് എന്താണെന്നറിയാം, എനിക്ക് വിഷമോട്ട് സന്തോഷം. കാരണം ആറ്റുകാലേക്ക് പോകുന്ന ഭക്തന്മാർ 10,000 അമ്പലത്തിൻ്റെ പണ്ടാരത്തിലിരിക്കുന്നു. ആ പോകുന്ന വഴിക്കാണ് ഈ ഒരു അനാഥ മന്ദിരമുള്ളത്. അവിടുത്തെ കുട്ടികൾ വളരെ കഷ്ടത്തിലാണ് ജീവിച്ചത്. അവിടുത്തെ കുട്ടികൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു ദിവസം എനിക്ക് പോകുന്ന ദിവസം എന്തെങ്കിലും ഒരു ദിവസം ഇതിനകത്ത് എനിക്ക് തന്നെ വയ്ക്കും കഷ്ടിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ഇപ്പം ഞാൻ ചിന്തിയപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ അങ്ങനെ വീട്ടിൽ പോയി. അപ്പോൾ പുള്ളിക്ക് 2 മക്കളാണ്. എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഇരുന്ന് ചോറൊന്നും വന്ന് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് എനിക്ക് പായസം കുടിക്കാമെന്ന് പറഞ്ഞു. അത് ഞാനവിടെ കുറേ നേരം ഒരനക്കവും ഇല്ല.
അപ്പം ഞാൻ അടുക്കള ഭാഗത്തേക്ക് അടുക്കളയിൽ 100 കപ്പുകൾ ഗ്ലാസ്സുകൾ സ്റ്റീൽ അടി സ്റ്റീൽ ഗ്ലാസ് ഇങ്ങനെയൊക്കെ പ്ലാസ്റ്റിക് കമത്തി വെച്ചിട്ടുണ്ട്, കഴുകി വെച്ചിരിക്കുന്നു. അപ്പോൾ അരമണിക്കൂർ മുക്കോടൊക്കെ പായസം കാണുന്നില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുള്ളിക്കാരൻ ഒരു മോൻ ബാക്കി കൂടെ ഓടി വന്നിട്ട് ഒരു ഡിസ്പോസബിൾ ഗ്ലാസ് കൊടുക്കുന്നു, അതിലേക്ക് പായസം പറഞ്ഞു എനിക്കുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിലാണ് ഇനിയിപ്പോൾ വാവതൊരു കുടിച്ച ഗ്ലാസ് നമ്മളെ കുടിച്ചാലെങ്കിൽ നമുക്ക് ചുണ്ടിൽ അങ്ങനെ അലർജി ഉണ്ടാകുമോ? ഇനി ഒരു തമാശ പറഞ്ഞു, എനിക്ക് തലയ്ക്ക് ചിരി വെക്കണം. ഒരു പെൺകുട്ടി എന്നെ വിളിച്ച് കുറച്ച് ഫോണിൽ വിളിച്ചു, പണ്ടങ്ങൾ ഒരു 10 വർഷം മുന്നേ വിളിച്ച് സംസാരിച്ചു. ഇപ്പോൾ കുട്ടിയുടെ അമ്മ കുട്ടിയോട് പറഞ്ഞത് വാവാസുരേഷനെ വിളിക്കരുത്, വാവാസുരേഷനെ വിളിച്ചവൻ്റെ അസുഖങ്ങളുണ്ടാവും. അപ്പം ഇവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വല്ല പ്രളയമായിരിക്കുമോ? അങ്ങനെയൊക്കെ ചിന്തിച്ചാണ് അവരുടെ സേഫ്റ്റിയാണ്. വാവാസിൻ്റെ സംസാരിക്കുന്ന ഫോണിൽ പോലും വിളിച്ചാൽ അസുഖം ഉണ്ടാവുന്ന കുട്ടിയോട് പറഞ്ഞ് കുട്ടി പിന്നീട് എന്നോട് പറഞ്ഞു. കുട്ടി എന്നോട് സൂപ്പറായിട്ടിരിക്കുന്നു. അല്ല, അങ്ങനെയും നമ്മൾ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ചാനലിൽ ഒരു ദിവസമോ 2 ദിവസമോ എടുത്താൽ തീരാത്ത അത്രയും വിശേഷമാണ് ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ. ഇങ്ങനെ വിഷമിപ്പിക്കുന്ന ഒറ്റപ്പെട്ട കാര്യങ്ങളുണ്ട്. അതൊന്നും എനിക്ക് ഒരു മേജർ വിഭാഗം സുരേഷ് ഏട്ടനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ സാധാരണ ഇത്രയും ആളുകളുടെ പിന്തുണ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിൽ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാം? ഇല്ല, ഞാൻ കുറേ എന്താ പറയുക, എനിക്ക് എൻ്റെതായ വ്യക്തിപരമായിട്ട് രാഷ്ട്രീയമുണ്ട്. പക്ഷെ എനിക്കത് ഒരിക്കലും ഞാൻ ഒരു പാർട്ടിയിൽ നിൽക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്നെ മറ്റുള്ളവർ എന്നെ മോശമായിട്ട് ഒന്ന്. അത് മാത്രമല്ല, ഞാൻ പിന്നെ അവർക്ക് എന്നെ വിളിക്കാൻ തന്നെ മടി വരും. അവർ നമ്മളാണല്ലോ. കേരളത്തിൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. മറ്റു സംസ്ഥാനങ്ങളൊന്നും അങ്ങനെയില്ല. ഞാൻ കർണാടകത്തിലൊക്കെ പോകുമ്പോൾ അവിടെ അങ്ങനെയുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയുണ്ട്. പക്ഷെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ് ഓപ്പണായിട്ട് പറഞ്ഞു, നീ വിളിക്കത്തില്ല എന്ന് എന്നോട് പറഞ്ഞു. ഞാനൊരു പ്രസ്ഥാനത്തിലേക്ക് നല്ല പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ചിന്തിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചിന്തിച്ചു, ഒന്നും വേണ്ട, നമുക്കൊരു ഓട്ടമുണ്ട്, നമുക്ക് ആരാണോ ഇഷ്ടപ്പെടുന്നത് അവർ പോയിട്ട് നോക്കിയിട്ടുണ്ട്. അവർ നന്മയാണോ തിന്മയാണെന്ന് നമുക്കറിയാം. ഒരിക്കലും നമുക്ക് പറഞ്ഞു കിട്ടിയാൽ അതിൻ്റെ പാർട്ടിക്ക് അടുത്ത തലമുറയിൽ സൂപ്പറായിരിക്കും നമുക്ക് പറയാൻ പറ്റും. ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് അപ്പോഴും തോന്നുന്നത് അപ്പോഴും ഞാൻ ചെയ്യും. മനസ്സിൽ എന്തായാലും ഒരു പാർട്ടി ഉണ്ടാവും. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പോയി ഞാൻ ബഹുമാനിക്കുക. കാരണം അയാൾക്ക് 10 വോട്ട് കിട്ടുന്നില്ല. അയാൾ 10 പേരൊക്കെ സ്വാധീനിക്കാൻ അയാൾക്ക് പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അത് കാര്യത്തിൻ്റെ കഴിവല്ലേ. അപ്പോൾ എല്ലാവരും ഇട്ട് സുഖമായിട്ട് പോകും. ഇപ്പോൾ ഒരു പരാതിയില്ല. ഇപ്പോൾ ഞാനൊരു അമ്പലത്തിൽ പോകും. ഞാൻ അമ്പലത്തിൽ മാത്രം പൊക്കോണ്ടിരുന്ന അവസ്ഥ എന്നാൽ മറ്റ് ഇപ്പോൾ പള്ളിയിൽ പോകുന്ന ആൾക്കാർ പോയില്ലോ, അവൻ നമ്മളെന്ന് മൈൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ ദൈവത്തെ ഇഷ്ടപ്പെടുന്നത് ദൈവം ഒന്നേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം പാർട്ടേഷനാണ്, ഇല്ലെന്ന് പറയാൻ പറ്റും, എല്ലാം പാർട്ടേഷൻ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഞാനൊരു എല്ലായിടത്തും പോകും. ഇപ്പോൾ എനിക്ക് കടികെട്ടി കിടന്നിട്ട് ഇറങ്ങിയ സമയത്ത് എല്ലാം എന്താ പറയുക, വെട്ടുകാട് ഉൾപ്പെടെ വിവാഹം ഉൾപ്പെടെ തയ്ക്കാവ് ഉൾപ്പെടെ അമ്പലങ്ങൾ എല്ലായിടത്തും അതിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തന്നിട്ട് അവരുടെ മതത്തിൽ വിശ്വസിക്കുന്നവർ അത് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഞാൻ കൊള്ളി. അപ്പോൾ എന്തായാലും നിങ്ങൾ പറഞ്ഞൊരു കാര്യമുള്ളത് എല്ലാവരും ഇഷ്ടപ്പെടുന്നു, അത് ശരിയാണ്. ആ ഒരു പ്രാർത്ഥന ഏറ്റവും കൂടുതൽ കിട്ടിയ വ്യക്തിയും കൂടി ജനസമ്മതനാണ് ഉറപ്പായിട്ടും. ജനസമ്മതമെന്ന് ഞാൻ പറയുന്നത് അവർക്ക് എന്നോട് സ്നേഹമുണ്ട്. അല്ല, അവര് ഒരിക്കലും ആരാധിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. കാരണം ഞാനൊരു സാധാരണ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണ്. കിളച്ചും മണ്ണുവട്ടിയും കിളച്ചും മറിച്ചൊക്കെ ജീവിക്കുന്നതാണ്. അതിലുപരി സത്യമായി തമാശ പറയാൻ ഇഷ്ടം. ഇപ്പോൾ അവരെക്കാരെ ഒരിക്കലും പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ കടം വാങ്ങിച്ചു കാരണം ഞാൻ തട്ടിപ്പോയാൽ അവർക്ക് പൈസ കിട്ടത്തില്ല. 5000 രൂപ 500 രൂപ അല്ല, ഭീമമായിട്ട് സംഖ്യയാണ് വാങ്ങിച്ചിരിക്കുന്നത്. 5-10 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് വാങ്ങി? ഒന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ അവരോട് വാങ്ങി ചെയ്തു. പക്ഷെ അതെല്ലാം തിരിച്ച് പണിയെട്ടിട്ട് പാമ്പിനെക്കാളും അപകടകാരികളാണ് മനുഷ്യൻ ചില ആൾക്കാർ പറയുന്നത് ശരിയാണ്. അതുപോലെ ചാരിറ്റിക്ക് വേണ്ടി വാങ്ങി. ഇപ്പം ഞാൻ ചാരിറ്റി എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുടെ അടുത്ത് ചാരിറ്റി എന്ന് വെച്ച് സഹായിക്കാം. ഇപ്പം ഞാൻ തന്നെ ഒരുപാട് വിളിച്ചു. ഇപ്പം ഞാൻ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല, കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ അച്ഛന് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലാകേണ്ട കടം വാങ്ങിക്കേണ്ട അവസ്ഥയിലേക്ക് പോയി. ഞാനിപ്പോൾ അതിന് ചാരിറ്റി വാങ്ങേണ്ട കാര്യത്തിലേക്ക് ഞാൻ പോയി, ആ ഒരു അവസ്ഥയിലേക്ക്. അപ്പോൾ പാമ്പിൻ്റെ വിഷയത്തിലാണ് നമ്മൾ പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ, പാമ്പിലേക്ക് തന്നെ പോകാം. ചോദിച്ച നേരത്തെ നമ്മൾ കുഞ്ഞ് പാമ്പിലിട്ട് നിൽക്കുന്ന. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ചാനലുകളിലുള്ള എൻ്റെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട മലയാളികളോട് അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളികളോട് എനിക്ക് പറയാനുള്ളത്, അപ്പോൾ അദ്ദേഹത്തിന് ചോദ്യത്തിനുള്ള അവസരം ഞാൻ കൊടുക്കുന്നില്ല. കാരണം ഒരു ചോദ്യം വരുമ്പോൾ തന്നെ അതിൽ 100 ഉത്തരങ്ങൾ അടങ്ങുന്നു എന്നുമാണ്. സൂക്ഷിക്കണം. പാമ്പിനെ അല്ലെങ്കിൽ അതിഥികളെ സൂക്ഷിക്കണം എന്ന് പറയുന്ന ഒരിക്കലും ഭീഷണിപ്പെടുത്തലോ പേടിപ്പെടുത്തലോ അല്ല. എനിക്ക് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിർബന്ധമായിട്ട് ടോർച്ച് കരുതണം, ഉറപ്പായിട്ട്. കാരണം നിങ്ങളെല്ലാവരും
മൊബൈൽ ഫ്ലാഷിന് മൊബൈലുകൾ ആശ്രയിക്കും. അപകടമാണ്. മൊബൈലിൻ്റെ ഫ്ലാഷിന് എത്ര ദൂരം ഫ്ലാഷ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വെട്ടത്തെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പറമ്പിൽ ഒരു വഴിയിൽ കൂടെ റോഡിൽ കൂടെ പോകുന്നു. റോഡിൻ്റെ സൈഡിൽ എന്തിനാണ് പറയുന്നത്? കഴിഞ്ഞ മുമ്പത്തെ വർഷം 2013 അല്ല, കൊറോണ കഴിഞ്ഞ ഉടനെ 14 അല്ല 22 നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു എന്താ പറയുക, കരോളിന് പോയിട്ട് വന്ന ചെറുപ്പ കുട്ടി റോഡിൽ കൂടെ വണ്ടി പോയപ്പോൾ സൈഡിലോട്ട് ഇറങ്ങി നിന്നു, ചപ്പിലേക്ക് ചവിട്ടി പാമ്പ് കടിച്ചു മരിച്ചു. അപ്പോൾ നമ്മളിലൊരു ടോർച്ച് ഉണ്ടായിരുന്നു, നമുക്ക് എന്ത് ദൂരത്തിലേക്ക് തെളിച്ച് നമ്മൾ അപകടത്തെ നമുക്ക് മാറ്റിക്കാൻ കഴിയും. അവിടുത്തെ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞാൽ ഇനി ഒരു സത്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ചിലപ്പോൾ അതുകൊണ്ട് തന്നെ തെളിവിളിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. നമ്മുടെ വനത്തിനകത്ത് ആനയുടെ അപകടത്തിൽ ഒരുപാട് പേര് മരണപ്പെടുന്നതായിട്ട് വാർത്ത വരുന്നുണ്ട്. പണ്ടൊക്കെ വനവാസികൾ സഞ്ചരിക്കുമ്പോൾ ചൂട്ട് കറ്റ ഉപയോഗിക്കും, പിന്നെ അത് ഹെഡ്ലൈറ്റിലേക്ക് ടോർച്ചിലേക്കുമ്പോൾ. ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കുന്നത്? മറ്റേ ദൂരെ അടിക്കുമ്പോൾ ദൂരെ നിൽക്കുന്ന ആനയെ കാണാൻ പറ്റും. ഇപ്പോൾ മൊബൈൽ ഫ്ലാഷ് ഉപയോഗിക്കുന്നു, അടുത്തിരിക്കുന്ന അപകടത്തെ പോലും അറിയാൻ പറ്റുന്നില്ല. അത് നമ്മൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട മലയാളികളോട് പറയാനുള്ളത്, നിർബന്ധമായിട്ട് 150 രൂപയെങ്കിലും മാറ്റി വെക്കും. ഒരു വീട്ടിൽ ടോർച്ച് നിർബന്ധമാണ്. നിർബന്ധമായിട്ട് നമ്മളെ വീടിൻ്റെ പരിസരത്ത്, നമ്മുടെ കോമ്പൗണ്ടിനകത്ത് എത്രയോ ആൾക്കാർ പാത്തിരിക്കുന്നു, പതിയിരിക്കുന്നു, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം എത്ര മരണങ്ങളാണ്, ഒരുപാട്. ഇപ്പം തന്നെ നമുക്ക് കോട്ടയത്തിന് ആ ഒരു അപ്പനെയും അമ്മയും കൊന്നില്ലേ, ഒരു മറ്റ് അന്യ സംസ്ഥാന തൊഴിലാളി ഒരാൾ. അത് അവിടെ എന്ത് ടോർച്ച് ഉണ്ടോ? ഒരു അടക്കം വിട്ട് അവർ അടിച്ചു നോക്കി. നിർബന്ധമായിട്ട് ടോർച്ച് കരുതണം, തലയിലടിച്ച് നടന്ന് പോകണം. ഒരു ചോദ്യം കൂടെ. അല്ല, ഇത് തീർന്ന ഗുണമില്ല. ചെരുപ്പിട്ട് തട്ടി നടക്കാൻ പറയും. ചെരുപ്പിട്ട് നിർബന്ധമായിട്ട് ചെരുപ്പിട്ട് തട്ടി നടക്കാം. കാരണം കാഴ്ചയില്ലാത്ത, കേൾവിയില്ലാത്ത, ഓർമ്മയില്ലാത്ത, മൂക്കൊണ്ട് സ്പെടുക്കാൻ കഴിയാത്ത, നാക്കുകൊണ്ട് മാത്രം സെൻസിങ് ഓർഡറുകളിലേക്ക് മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന, കയ്യും കാലും ഇല്ലാത്ത, ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാൻ പറ്റാത്ത ജീവി എന്താ ചെയ്യുക? ചൂളം അടിച്ചാൽ കേൾക്കാൻ പറ്റും, കൂക്കി വിളിച്ചാൽ കേൾക്കാൻ പറ്റും. ഇടിമിന്നുണ്ടാകുമ്പോൾ വൈബ്രേഷൻ മാത്രം കേൾക്കും. ആരെങ്കിലും നടന്നു വരുമ്പോൾ അത് റെയിൽവേ പാളത്തിനടുത്തുള്ള പാമ്പുകൾക്ക് വൈബ്രേഷനും പ്രശ്നമല്ല. അങ്ങനെ ഒരു പ്രശ്നം അപകടം കൂടിയുണ്ട്. അങ്ങനെ സ്ഥിരം വണ്ടി പോകുന്ന വൈബ്രേഷൻ കിട്ടുന്നതുകൊണ്ട് വണ്ടിൻ്റെ സൗണ്ട് വൈബ്രേഷൻ കിട്ടുമ്പോൾ പോകത്തില്ല. അങ്ങനെയാണ് വേളിയിൽ കഴിഞ്ഞ കൊറോണ സമയത്ത് ഒരു അമ്മ മോളെയും കൊണ്ട് ക്രോസ് ചെയ്ത് ട്രെയിനിൽ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന വല്ല ആളുകളുടെ കടിയേറ്റ് അമ്മ മരണപ്പെട്ടു. ഈ കൊറോണ കഴിഞ്ഞ സമയത്താണ്. കാരണം പാമ്പ് കടിയുടെ മരണം എവിടെ ഉണ്ടെങ്കിലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇന്നലെ കൊറോണ സമയത്ത് ഗ്യാസ് കുറ്റി കൊണ്ടും ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ട്, ഗ്യാസ് കുറ്റി വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ വീട്ടിൻ്റെ പുറത്തേക്ക് വെക്കുക, വെയിലത്ത് വെക്കുക, അല്ലെങ്കിൽ 1 മണിക്കൂർ ചരിച്ചിട്ടിരിക്കുക, അല്ലെങ്കിൽ ചരിച്ചിട്ട് അതിൻ്റെ അടിയിലൊക്കെ ലൈറ്റ് അടിച്ച് നോക്കുക, അതിൻ്റെ കൺട്രോൾ ചെയ്യും. അമ്മ മരിച്ച എങ്ങനെയാണ്? അമ്മ ഗ്യാസ് കുറ്റി കൊണ്ടുവച്ചിട്ട് ഗ്യാസ് കൊണ്ടുവരുകൊണ്ട് വെച്ച് ആട് പോയി. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഗ്യാസ് കുറ്റി അടിക്കുന്ന ഒരു പാമ്പ് പുറത്തേക്ക് ഇറങ്ങി. അമ്മ കാലുകൊണ്ട് കിണ്ടി കളഞ്ഞു. 2 മക്കളും ഗവൺമെൻറ് ജീവനക്കാരായിരുന്നു. അമ്മയ്ക്ക് 11:30 കടി കിട്ടുന്നു. മക്കളൊന്ന് 5:30. അമ്മ മക്കളോട് പറഞ്ഞ് എന്തോ കടിച്ചു എന്ന് പറഞ്ഞു. അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, മരിച്ചില്ലേ? ഇതെല്ലാം മെസ്സേജുകളല്ലേ നമ്മളിപ്പോൾ പറയുന്നത്, പ്രധാനപ്പെട്ട മെസ്സേജുകളാണ്. എങ്ങനെ സൂക്ഷിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ പാമ്പ് കടിയേറ്റ് കെട്ടി വെക്കണം എന്ന് പണ്ട് പറയും. എങ്ങനെ കെട്ടി വെക്കണം? കയറ് ഉപയോഗിച്ച് കെട്ടാൻ പാടില്ല, ടൈറ്റാക്കി കെട്ടാൻ പാടില്ല, ബ്ലേഡോ വെച്ച് മുറിവുണ്ടാക്കാൻ പാടില്ല. ഇപ്പോൾ എനിക്ക് കടിയേറ്റി, ഞാൻ സാധാരണക്കാരാണ്. നിങ്ങളോ മറ്റൊരാളോ കടിയേറ്റിയ വായിരുന്നു വേണം വലിച്ചെടുക്കരുത്. ആ ബ്ലഡ് വലിച്ചെടുക്കരുത്. പണ്ട് ശ്രീദേവി മാഡം, എൻ്റെ സിനിമയിൽ ശ്രീദേവി മാഡവും അവർക്കൊക്കെ ഇത് കാണിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ കടിച്ചെടുക്കുന്നത് നിങ്ങൾ ബ്രഷ് ഉപയോഗിച്ച് പല്ല് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മോണിൽ മുറിവുണ്ടാവാം. നിങ്ങൾ വലിയ ചില അവർക്ക് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കഴിയുമ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ വലിച്ചെടുക്കുന്ന ബ്ലഡിൽ കൂടി വരുന്ന വനത്തിൻ്റെ ആവശ്യം നിങ്ങളെ പല്ലിലേക്ക് പിടിക്കാം, ആ മുറിയിലേക്ക് പോവാം. അന്നോ പിറ്റുന്ന എഫക്റ്റുകളൊന്നുമില്ല. കുറേ കാലം കഴിഞ്ഞിട്ട് അത് എഫക്റ്റ് ആവാം. അത് RCT എന്നുള്ള സ്ഥാപനത്തിലേക്ക് എത്തിക്കാം. ഇനി വേറെ സത്യം കൂടെ ഉണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് 2 കേസുകളാണ് കോട്ടയം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. തിരുവനന്തപുരത്ത് RCCയിലേക്ക് 2 പെരുമ്പാമ്പ് കടിച്ചതായിരുന്നു. 10 വർഷങ്ങൾക്ക് മുന്നേ ഒന്ന് കടിച്ചു, ഒന്ന് 9 വർഷത്തിൽ കടിച്ചു. കടിച്ച സമയത്ത് അപ്പോഴൊരു സ്വാപക്കെട്ട് കടി കുഴപ്പമൊന്നുമില്ല, TT ഒക്കെ എടുത്ത് പ്രശ്നമില്ല. പക്ഷെ 10 വർഷം കഴിയുമ്പോൾ കടിച്ച ഭാഗത്തൊരു തൊലിക്കൊരു കട്ടിയും വന്നു, ഒരു അലർജി പോലെ തോന്നി. കുറേ ആയിട്ട് പല ഹോസ്പിറ്റലിൽ കൊണ്ട് മരുന്ന് ഒഴിച്ചിട്ട് മാറുന്നില്ല. അവർ നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയി. അവർ നേരെ RCCയിലേക്ക് റെഫർ ചെയ്തു. വന്നപ്പോൾ സ്കിൻ ക്യാൻസറായി മാറി. ആ മാംസം മറ്റും അത് ആ സ്കിന്നിനകത്ത് അന്നത്തെ പാമ്പിൻ്റെ പല്ലുണ്ടായിരുന്നു, പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും വർഷമായി. അപ്പോൾ ഇതൊന്നും നമ്മുടെ നാട്ടുകാർക്ക് അറിയില്ല. ഇവിടെ എന്താ പറയുക, നമ്മൾ ആരെങ്കിലും ഇത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ കൊടുത്താൽ നമുക്ക് വട്ടാണെന്ന് പറയും. കേട്ട കഥകൾ. അല്ല, ഇത് കഥയല്ല, തെളിവാണ്.
ഇത് പഠനമാണ് അവിടെയുള്ള. ഞാൻ അവിടുത്തെ ഒരു കരുവെന്നുള്ള ചന്ദ്രൻ്റെ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസ് എനിക്കറിയാം. അപ്പോൾ പരമാവധി കിട്ടുന്ന അറിവുകളാണ് ഞാൻ ശേഖരിക്കാൻ ശ്രമിക്കുന്നത്. പരമാവധി കിട്ടുന്ന അറിവ് എന്നിട്ട് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. ക്ലാസ് അപ്പോൾ ഞാൻ പറയും കോഴിമുട്ട കുത്തിവെച്ചാൽ വർണ്ണപ്പെടുന്ന ആരും പറഞ്ഞിട്ടുണ്ടോ? ആദ്യമായിട്ട് പറയുന്നത് ഞാൻ അത് ഞാൻ ആദ്യമായിട്ട് പറയുന്നത് ഞാനാണ്. ഒരു 2015 2015 10 വർഷം പിന്നിടുന്നു. അതൊരുപാട് ചർച്ചയായി. അതൊരു ചെന്നൈ യൂണിവേഴ്സിറ്റി അത് എന്താ പറയുക സ്റ്റഡി ചെയ്തു. അതുപോലെ അത് സ്റ്റഡി ചെയ്തില്ല. മലയാളി പറഞ്ഞപ്പോൾ സ്റ്റഡി ചെയ്തു. പക്ഷേ അതുപോലെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞെങ്കിൽ അംഗീകരിച്ചേനെ. എനിക്ക് മലയാളം അറിയുള്ളൂ. ഞാൻ ഡാഡ് മാം പാപ്പ് എന്ന് വിളിക്കാൻ പഠിച്ചിട്ടില്ല. ഞാൻ അച്ഛനും അമ്മ എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് എനിക്കത് അറിയില്ല. അതുകൊണ്ട് അത് വാർത്തയായില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ.